السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله السميع العليم من الشيطان الرجيم. الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا يخلق ما يشاء وهو العليم القدير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹാദരണീയരായ SKSM-ന്റെ നേതാക്കളെ, പണ്ഡിതന്മാരെ, സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, ഉച്ച മുതൽ ആരംഭിച്ച ഈ പരിപാടിയുടെ അവസാന സന്ദർഭത്തിലാണ് നമ്മളെവരുമുള്ളത്. ഈ ഒരു സമയത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല
നമുക്ക് നൽകിയ അവന്റെ മഹത്തായ അനുഗ്രഹമാകുന്ന ഹിദായത്തിന്റെ മഹാസൗഭാഗ്യത്തിലാണ് ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും ഒത്തുചേരാൻ സാധിച്ചിട്ടുള്ളത്. ജീവിതാവസാനം വരെ ആ ഹിദായത്ത് മുറുകെ പിടിച്ചും ആ ഹിദായത്തിന്റെ പാതയിൽ അടിയുറച്ചും ജനങ്ങൾക്കിടയിൽ ഈ ഹിദായത്തിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന പ്രചാരകരായും കർമ്മമേഖലയിൽ സന്നദ്ധരായി അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അള്ളാഹു ഈ മാർഗത്തിൽ മരണം വരെ നമ്മെ ഓരോരുത്തരെയും നിലയുറപ്പിച്ച് നിർത്തുമാറാവട്ടെ. ഇവിടെ സംഗമിച്ചതുപോലെ നാളെ അനുഗ്രഹ സമ്പൂർണമായ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം, നമ്മുടെ ഇണകളോടൊപ്പം, നമ്മുടെ മക്കളോടൊപ്പം ഇതുപോലെ അള്ളാഹു അവന്റെ സ്വർഗീയാരാമത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. യുവത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമുക്ക് ചെയ്തു തീർക്കാനുള്ള ബാധ്യതകളെ സംബന്ധിച്ചുമാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇരിക്കുന്ന കൂട്ടത്തിൽ കൂടുതലും യുവത്വത്തിന്റെ നിറവിലുള്ള ആളുകളാണ്. എന്നാൽ ആ യുവത്വം പിന്നിട്ടവരും പിന്നിട്ടുകൊണ്ടിരിക്കുന്നവരും ആ യുവത്വത്തിലേക്ക് എത്താനുള്ള ചെറിയ മക്കൾ ഉൾപ്പെടെ വ്യത്യസ്തരായ പ്രായത്തിലുള്ള ആളുകൾ ഇവിടെയുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സുപ്രധാനമായ ഒരു ഘട്ടമാണ് അവന്റെ യൗവനം, അവന്റെ യുവത്വം എന്നത്. ആ യുവത്വത്തെ പലതിനോടും പലപ്പോഴും ഉപമിച്ച് ഉദാഹരിച്ചു പറയാറുണ്ട്. ആകാശത്ത് കത്തിജ്വലിക്കുന്ന സൂര്യനെ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും ഓരോരുത്തരും. സൂര്യനെ കാണാത്ത, സൂര്യനെ ശ്രദ്ധിക്കാത്ത ചെറിയ മക്കൾ പോലും നമുക്കിടയിലില്ല. കിഴക്കിന്റെ ചക്രവാളത്തിൽ രാവിലെ സമയം തെറ്റാതെ, മുടക്കം വരുത്താതെ ആ സൂര്യൻ അങ്ങനെ ഉദിച്ചുയരുന്നു. പടിഞ്ഞാറിന്റെ ചക്രവാളത്തിൽ സന്ധ്യാസമയത്ത് ആ സൂര്യൻ അങ്ങനെ അസ്തമിച്ചു പോവുകയും ചെയ്യുന്നു. ഇത് കാലങ്ങളായി നടന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രത്യയ ശാസ്ത്രമാണ്. ആ സൂര്യന്റെ ഉദയത്തെ, സൺറൈസിനെ, ആ സൂര്യാസ്തമയത്തെ, സൺസെറ്റിനെയൊക്കെ കൗതുകത്തോടെ, ആശ്ചര്യത്തോടെ നോക്കിക്കാണുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പലപ്പോഴും ആ രംഗങ്ങൾ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസുകളായി നമ്മൾ പലപ്പോഴും അപ്ലോഡ് ചെയ്യാറുമുണ്ട്. എന്നാൽ ആ ഉദിച്ചുയരുന്ന സൂര്യനോ അസ്തമിക്കുന്ന സൂര്യനോ അല്ല. അതൊരുപാട് സൗന്ദര്യമുള്ള കാഴ്ചകൾ നൽകുന്നുവെങ്കിലും, മനസ്സിന് കുളിർമയും അതുപോലെ തന്നെ സന്തോഷവും ആ കാഴ്ച പകരുന്നുവെങ്കിലും, ആ സൂര്യനിൽ നിന്നുള്ള പൂർണ്ണമായ ചൂടും അതിന്റെ വെളിച്ചവും നമുക്ക് ലഭിക്കുന്നത് കിഴക്കിന്റെ ചക്രവാളത്തിൽ നിന്ന് ഉദിച്ച് പടിഞ്ഞാറിന്റെ ചക്രവാളത്തിൽ അസ്തമിക്കുന്നതിന് മുൻപ് ആകാശത്ത് മധ്യത്തിലായി നട്ടുച്ചക്കെത്തി നിൽക്കുമ്പോഴാണ് ആ സൂര്യന്റെ എല്ലാവിധത്തിലുള്ള ഗുണങ്ങളും നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുപോലെയാണ് മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത്. മനുഷ്യന്റെ ആയുസ്സിന്റെ രണ്ടറ്റങ്ങളാണ് ശൈശവവും അതുപോലെ തന്നെ വാർദ്ധക്യവും. സൂര്യൻ കിഴക്കുദിക്കുന്നത് പോലെ മനുഷ്യ ജീവിതത്തിന്റെ ആരംഭമാണ്, തുടക്കമാണ് ശൈശവം. സൂര്യൻ പടിഞ്ഞാറിന്റെ ചക്രവാളത്തിൽ അസ്തമിക്കുന്നത് പോലെ മനുഷ്യ ജീവിതത്തിന്റെ ഒടുക്കമാണ്, അവസാനമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. അതിന്റെ രണ്ടിന്റെയും നടുവിലുള്ള മിഡിലുള്ള മനുഷ്യ ജീവിതത്തിലെ യുവത്വവും അതുപോലെ തന്നെ ആകാശത്തിന്റെ മധ്യത്തിൽ നട്ടുച്ചയിൽ വെട്ടിത്തിളങ്ങുന്ന ആ സൂര്യൻ, ചൂട് നൽകുന്ന, പ്രകാശം നൽകുന്ന ആ
സൂര്യന്റെ സമയം പോലെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും നല്ല അർത്ഥവത്തായ എനർജറ്റിക്കായ നല്ല കപ്പാസിറ്റി ഉള്ള ടാലന്റഡ് ആയിട്ടുള്ള സമയമാണ്. ശരീരവും മനസ്സും ഒരുപോലെ ഏറ്റവും നിർണായകമായ സമയത്തിലൂടെയാണ് മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ശൈശവത്തിൽ ഒരു കുട്ടി, ചെറിയ കുട്ടി വളർന്നു വലുതാകുന്നത് വരെ നിസ്സഹായനായ ഉമ്മയുടെ, വാപ്പയുടെ, വേണ്ടപ്പെട്ടവരുടെ സഹായത്താൽ, പരിചരണത്താൽ വളർന്നു വരുന്നവനാണ് മനുഷ്യൻ. അതേപോലെ തന്നെ വാർദ്ധക്യത്തിലെത്തിയാൽ നമുക്കറിയാം, നടക്കുമ്പോ വീണുപോകും, അതല്ലെങ്കിൽ പിച്ച വെച്ച് കമിഴ്ന്ന്, പിന്നീട് മുട്ടുകുത്തി, പിന്നീട് ഇരു കാലുകളിൽ പതുക്കെ പതുക്കെ സ്റ്റെപ്പുകൾ വെച്ചിരിക്കുന്ന മനുഷ്യൻ അവന്റെ വാർദ്ധക്യാവസ്ഥത്തിലേക്ക് പോകുമ്പോഴും ഇതുപോലെ തന്നെയാണ്. മക്കളുടെ, ഭാര്യയുടെ, ജ്യേഷ്ഠന്റെ, അനിയന്റെ സഹായം വേണം. അതല്ലെങ്കിൽ നടക്കാൻ അവന് വാക്കിംഗ് സ്റ്റിക്കുകളുടെ സഹായം വേണം. സ്റ്റെപ്പുകൾ കയറാൻ കഴിയാത്തവനായി മാറുന്നു. കാലിന്റെ മുട്ടുകൾ ചുരുട്ടിവെക്കാൻ കഴിയാത്തവനായി മാറുന്നു. ഒരു വേള പള്ളിയിൽ സുജൂദ് ചെയ്യാൻ പോലും കഴിയാത്ത നിസ്സഹായാവസ്ഥ നമ്മൾ ആ പ്രായത്തിന്റെ സമയത്ത് അനുഭവിക്കാറുണ്ട്. എന്നാൽ ഇതിന്റെ നടുവിലുള്ള ജീവിതത്തിന്റെ ഒത്ത മധ്യഭാഗത്ത് കരുത്തിന്റെ, തീഷ്ണതയുടെ, ആത്മവിശ്വാസത്തിന്റെ കാലഘട്ടമാണ് യുവത്വമെന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ എത്ര മനോഹരമായിട്ടാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനും പിന്നിടുന്ന ജീവിതത്തിലെ ഘട്ടങ്ങളെ അല്ലാഹു വിവരിച്ചു വരച്ചു കാണിക്കുന്നത്. ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ചത് സൂറത്തുർ റൂമിന്റെ 54-ാമത്തെ ആയത്താണ്. ആ സൂറത്തുർ റൂമിന്റെ 54-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനും ജനിച്ചതു മുതൽ മരിക്കുന്നത് വരെയുള്ള അവന്റെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ പിന്നിടുന്നത് അതിമനോഹരമായി റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ വരച്ചു കാണിക്കുന്നത് കാണാൻ കഴിയും. അവിടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ലഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ലഅഫിൻ ഖുവ്വ സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ലഅഫൻ വശൈബ യഖ്ലുഖു മാ യശാ വഹുവൽ അലീമുൽ ഖദീർ. എത്ര മനോഹരമായി, എത്ര ഭംഗിയാണ് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യ ജീവിതത്തെ വർണ്ണിക്കുന്നത്. അല്ലാഹു പറയുകയാണ്, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ലഅഫിൻ, നിങ്ങളെ ബലഹീനമായ അവസ്ഥയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയവനാകുന്നു അല്ലാഹു. ഏറ്റവും ബലഹീനനായ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു മനുഷ്യൻ രൂപപ്പെടുന്നത് എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും നന്നായി അറിയാം. ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് ജീവന്റെ തുടിപ്പ് ആരംഭിച്ചത് മുതൽ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങൾ പിന്നിട്ട് സങ്കീർണമായ അവസ്ഥകളെ തരണം ചെയ്ത് ആ മനുഷ്യന്റെ ജീവിതം അതിന്റെ പൂർണ്ണതയിലേക്കെത്തി ഈ ഭൂമിലോകത്തേക്ക് വരുന്നത് വരെയുള്ള ആ നിർണായകമായ സമയത്തെ ഏറ്റവും നന്നായി അറിയുന്നവരാണ് നമ്മൾ. ആധുനികമായ സ്കാനിംഗ് സംവിധാനങ്ങളിലൂടെ, ആ റിസൾട്ടുകളിലൂടെ, ഫോട്ടോഗ്രാഫികളിലൂടെ ആ ഗർഭസ്ഥ ശിശുവിന്റെ മാസങ്ങൾ കഴിഞ്ഞുള്ള വളർച്ചയെ ഏറ്റവും നന്നായി നമ്മൾ തിരിച്ചറിയുമ്പോ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല 14 മുമ്പ് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹിക്ക് അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു വരച്ചു കാണിക്കുകയാണ്, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ലഅഫിൻ, ബലഹീനമായ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവനാകുന്നു അല്ലാഹ്. സുമ്മ ജഅല മിൻ ബഅദി ലഅഫിൻ ഖുവ്വ, ആ ബലഹീനതയ്ക്കു ശേഷം നിങ്ങൾക്കവൻ ശക്തി നൽകി, ആരോഗ്യം നൽകി, കരുത്തു നൽകി. സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ലഅഫൻ വശൈബാ, പിന്നീട് ആ ബലഹീനതയ്ക്ക് ശേഷം ശക്തി നൽകിയ റബ്ബ് ആ ശക്തിക്ക് ശേഷം നിങ്ങൾക്ക് ബലഹീനതയെ, അതുപോലെ തന്നെ അതിന്റെ അടയാളമായി നരയെയും അവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നോക്കണം നിങ്ങൾ, ആ ശക്തി നഷ്ടപ്പെടുമ്പോ, ആ ശക്തി നഷ്ടപ്പെടുമ്പോ പിന്നീട് നിങ്ങൾക്ക് വീണ്ടും ബലഹീനത വരികയാണ് ആദ്യത്തെ പോലെ. പിന്നീട് ആ ബലഹീനത വരുമ്പോ
അതിന്റെ കൂടെ അടയാളമായി നിങ്ങളുടെ താടിരോമങ്ങള്, നിങ്ങളുടെ തലരോമങ്ങള് നരച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബലഹീനതയിലേക്കുള്ള അടയാളങ്ങളാണ് താടിയിലെ താടിരോമങ്ങളിൽ, അതുപോലെ തന്നെ തലമുടികളിൽ ഇങ്ങനെ ധര വരികയാണ്. നല്ല മാർദ്ദവമായ ശരീരത്തിന്റെ തൊലികളിൽ ഇങ്ങനെ ചുളിവുകൾ വരികയാണ്. അതുപോലെ തന്നെ സൗന്ദര്യത്തിന് കുറവ് വരികയാണ്. എല്ലുകൾക്ക് ക്ഷയം സംഭവിക്കുകയാണ്. ഓടാനും ചാടാനും പഴയതുപോലെ നടക്കാൻ കഴിയാതിരിക്കുകയാണ്. അവന്റെ തുടിപ്പിങ്ങനെ മാറിമങ്ങി വരികയാണ്. കാഴ്ചകൾക്ക് മങ്ങൽ വരികയാണ്. ഇങ്ങനെ ആ മനുഷ്യന്റെ ജീവിതം ഇങ്ങനെ പിന്നിടുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നവനാണ്. വഹുവൽ അലീമുൽ ഖദീർ, എല്ലാം അറിയുന്ന അലീമാണല്ലാഹ്, എല്ലാറ്റിനും കഴിവുള്ള സർവശക്തനാണല്ലാഹ്. നോക്കണം നിങ്ങള്, ഈ ആയത്ത് വിശദീകരിക്കുമ്പോ മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെ, അതുപോലെ തന്നെ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹി പോലെയുള്ള ആളുകൾ പറയുകയാണ്, യുനബ്ബിഹു തആല അലാ തനഖുലിൽ ഇൻസാരി ഫീ അത്വാരിൽ ഖൽഖി ഹാലൻ ബഅദ ഹാൽ. മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ അവസ്ഥകൾ പിന്നിട്ട് അടുത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ കടന്നു പോകുന്നതിനെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ച് ആലോചിച്ചാൽ ഫഅസ്ലുഹു മിൻ തുറാബ്, അടിസ്ഥാനപരമായി മനുഷ്യൻ മണ്ണാണ്. മനുഷ്യന്റെ അടിസ്ഥാനം മണ്ണാണ്. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഫളല ലി അറബിയിൻ അലാ അഅജമിയിൻ, അറബിയായ ഒരാൾക്ക് ഒരു അനറബിയേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല. വലാ ഫളല ലി അഅജമിയിൻ അലാ അറബിയിൻ, അറബിയല്ലാത്ത ആൾക്കൾക്ക് അറബിയുടെ മേലും ഒരു ശ്രേഷ്ഠതയുമില്ല. വെളുത്തവന് കറുത്തവനേക്കാളോ, കറുത്തവന് വെളുത്തവനേക്കാളോ, ലോകത്തുള്ള സമ്പന്നന് ദരിദ്രനേക്കാളോ, അക്ഷരാഭ്യാസമുള്ളവന് അക്ഷരാഭ്യാസമില്ലാത്തവനേക്കാളോ, അതല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവന് മലയാളം സംസാരിക്കുന്നവനേക്കാളോ, ഇങ്ങനെ നിറത്തിന്റെയോ ഭാഷയുടെയോ ദേശത്തിന്റെയോ യാതൊരു വ്യത്യാസങ്ങളുമില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, കുല്ലുക്കും മിൻ ആദം, നിങ്ങളെല്ലാവരും ഈ ലോകത്ത് കാണുന്ന മനുഷ്യ മക്കളൊക്കെയും ആദമിന്റെ സന്തതികളാണ്, ആദമിന്റെ മക്കളാണ്. വആദം മിൻ തുറാബ്, ആ ആദമാകട്ടെ മണ്ണിൽ നിന്നുമാണ്, മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ അത് ആവർത്തിച്ചു പ്രഖ്യാപിച്ചത്, ഫഅസ്ലുഹു മിൻ തുറാബ്, അവന്റെ അടിസ്ഥാനം മണ്ണാണ്. സുമ്മ മിൻ നുത്ഫ, മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആ മനുഷ്യന്റെ നുത്ഫയാണ്, ഇന്ദ്രിയ തുള്ളിയാണ്, ബീജകണമാണ് അവന്റെ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാനമായി വരുന്നത്. നമുക്കറിയാം, മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് ശ്രവിക്കപ്പെട്ട പിതാവിന്റെ ഇന്ദ്രിയത്തുള്ളിയിലെ കോടിക്കണക്കിന് വരുന്ന ബീജഗണങ്ങളിലെ ലക്ഷണമൊത്ത ഒരു ബീജഗണത്തിൽ നിന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും പിറവി ഉണ്ടായത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ആ ബീജഗണം പിന്നീട് സുമ്മ മിൻ അലഖത്തിൻ, ഒരു രക്തക്കട്ടയായി മാറും. ഒരു ഇന്ദ്രിയത്തുള്ളി, ഒരു ബീജഗണം പിന്നീട് ഒരു രക്തത്തുള്ളിയായി മാറി. ആ രക്തത്തുള്ളി സുമ്മ മിൻ മുൽഗ, അതൊരു മാംസപിണ്ഡമായി, ഇറച്ചി കഷ്ണമായി മാറുന്നു. സുമ്മ യസീറു ഇളാമൻ സുമ്മ യുക്സാ ലഹ്മൻ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു ഇറച്ചി കഷ്ണം മാത്രമായാൽ മനുഷ്യന് നിൽക്കാനോ നടക്കാനോ ചാടാനോ ഓടാനോ പറ്റൂല. അതിന് ആ ഇറച്ചി കഷ്ണത്തിന്റെ കൂടെ സഹായകമായി, സപ്പോർട്ടായി ബോണുകൾ വേണം, എല്ലുകൾ വേണം. അപ്പൊ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലുകൾ നൽകി. വെറും എല്ല് മാത്രമാകാൻ പറ്റൂല, മാംസവും വേണം, ശരീരത്തെ അനായാസം ചലിപ്പിക്കാൻ, അതുപോലെ തന്നെ സംരക്ഷണം നൽകാൻ. അങ്ങനെ എല്ലുകളെ പൊതിഞ്ഞുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല മാംസം നൽകി. അങ്ങനെ ആ മനുഷ്യന് വയുൻഫഖു ഫീഹി റൂഹ്, ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് നിശ്ചിതമായ സമയമെത്തുമ്പോ ആത്മാവിനെ, റൂഹിനെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സന്നിവേശിപ്പിച്ചു. സഹോദരങ്ങളെ,
5 അടി 4 ഇഞ്ചും അതല്ലെങ്കിൽ 5 അടി 11 ഇഞ്ചും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഹൈറ്റും വെയിറ്റുമുള്ള നമ്മൾ 100 കിലോ 150 കിലോ 120 കിലോ 70 കിലോ 80 കിലോ ഉള്ള ഭാരമുള്ള ശരീരമുള്ള മനുഷ്യൻ. പക്ഷേ ആ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ആ ഭൗതിക ശരീരത്തിന്റെ കൂടെ ഒരാത്മാവ് കൂടെ ഉണ്ടാകുമ്പോഴാണ്. ആ റൂഹ് നഷ്ടപ്പെട്ടാൽ, ആ റൂഹ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കേവലം ജഡമാണ്, മയ്യിത്താണ്. പിന്നെ നിൽക്കാൻ കഴിയൂല, ഇരിക്കാൻ കഴിയൂല, കുടഞ്ഞു വീഴും, അവിടെ കിടക്കും, കണ്ണ് തുറക്കൂല, സംസാരിക്കൂല, ഹൃദയമിടിക്കൂല, ശരീരത്തിന്റെ ചലനമറ്റുപോകും, ശ്വാസം നിലച്ചുപോകും, കൈകാലുകൾ മരവിച്ചു പോകും. ആ റൂഹ് കൂടെ ഉണ്ടാകുമ്പോഴാണ്, മനുഷ്യന്റെ ശരീരത്തിന്റെ കൂടെ റൂഹ് വരുമ്പോഴാണ് ലക്ഷണമൊത്ത ഉപകാരപ്രദമായ ഒരു മനുഷ്യനായി മാറുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ റൂഹ് കൂടെ ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് അല്ലാഹു ഇട്ടുകൊടുക്കും. അപ്പോഴാ മനുഷ്യനായി നമ്മൾ പുറത്തു വരുന്നത്. മദീനയിലെ ജൂതന്മാരായ ആളുകൾ ആ റൂഹ് ഇന്നും നിർവചനങ്ങൾ നൽകപ്പെടാൻ കഴിയാതെ, അതിനെപ്പറ്റി പറയാൻ കഴിയാതെ, റൂഹിന്റെ അവസ്ഥകൾ വിശദീകരിക്കാൻ കഴിയാതെ മോഡേൺ സയൻസ് പോലും ഇന്ന് അത്ഭുതപ്പെട്ട് നിസ്സഹായരായി നിൽക്കാൻ, അത്യാധുനികമായ മെഷീനുകൾ, സ്കാനിങ്ങുകൾ, ഗവേഷണങ്ങൾ നടക്കുന്ന ലോകത്ത് റൂഹിനെ പറ്റി പറയാൻ കഴിയില്ല. റൂഹുണ്ട്, ഈ സംസാരിക്കുന്ന എന്നിൽ റൂഹുണ്ട്. നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ വെച്ച് മരണപ്പെട്ടു പോകുന്നവർ, അവരുടെ റൂഹ് നഷ്ടപ്പെട്ടു പോയി. നമുക്കറിയാം, അവരുടെ കണ്ണുണ്ട്, കാതുണ്ട്, കൈകാലുകളുണ്ട്. പക്ഷേ അവരുടെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പറയാൻ കഴിയുന്നില്ല. മദീനയിലെ യഹൂദികളായ ആളുകൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുമ്പോ അവർ തീരുമാനിച്ചു, പ്ലാൻ ചെയ്തു, മുഹമ്മദ് എന്ത് ചോദിച്ചാലും മറുപടി പറയാണ്. മുഹമ്മദിന് മറുപടി പറയാൻ കഴിയാത്ത വിധം അവനെ ഉത്തരം മുട്ടിക്കണം. അങ്ങനെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി മുഹമ്മദിനോട് ചോദ്യം ചോദിക്കണമെന്ന് തീരുമാനിച്ച് മദീനയിലെ യഹൂദികളായ ആളുകൾ ചോദിച്ച ഒരു ചോദ്യം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അവർ ചോദിച്ചത്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന പ്രവാചകന്റെ അടുക്കൽ എത്തിയപ്പോ അവർ എഴുന്നേറ്റ് നിന്നു, പ്രവാചകനെ വളഞ്ഞു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മുഹമ്മദേ, ഒരു കാര്യം എന്നോട് ചോദിക്കാനുണ്ട്. റൂഹ് എന്നാൽ എന്താണ്? റൂഹ് എന്നാൽ എന്താണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഞാൻ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിൽ അതിന്റെ 85-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ വിഷയം വിശദീകരിക്കുന്നുണ്ട്. അവിടെ അല്ലാഹു പറയാൻ, വയസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. വയസ്അലൂനക അനിർ റൂഹ്, പ്രവാചകരെ, താങ്കളോട് ആ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് റൂഹിനെ സംബന്ധിച്ചാണ്, ആത്മാവിനെ സംബന്ധിച്ചാണ്. പ്രവാചകരെ, താങ്കളോട് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു കൊടുക്കൂ പ്രവാചകരെ, കുൽ, പറയൂ പ്രവാചകരെ, അർറൂഹു മിൻ അംരി റബ്ബി, റൂഹ് എന്നത് എന്റെ രക്ഷിതാവിന്റെ, എന്റെ റബ്ബിന്റെ കാര്യങ്ങളിൽ പെട്ടതാണ്, എന്റെ റബ്ബിന്റെ കാര്യങ്ങളിൽ പെട്ടതാണെന്ന് പറഞ്ഞു കൊടുക്കൂ പ്രവാചകരെ. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, വിജ്ഞാനത്തിൽ നിന്ന്, അറിവിൽ നിന്ന്, ഇൽമിൽ നിന്ന് വളരെ കുറച്ചു മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. വളരെ കുറച്ച് അറിവ് മാത്രമേ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് നൽകപ്പെടാത്ത ഇനിയും ഒരു അനേകായിരം അറിവുകൾ, വിജ്ഞാനങ്ങൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒളിച്ചു വെച്ചിട്ടുണ്ട്, മറച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളിൽ നിന്ന്. പറഞ്ഞു കൊടുക്കണം പ്രവാചകരെ, റൂഹ് എന്റെ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്നും നമുക്ക് പറയാൻ പറ്റില്ല റൂഹ് എന്താണെന്ന്, റൂഹ് എവിടെയാണ് എന്ന്. എന്നാൽ ആ റൂഹ് നമ്മളിൽ ഉണ്ട്.
ആ റൂഹ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആലോചിച്ച് നോക്കണം, ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ, പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ, നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കാൻ, എന്നെ കണ്ടുകൊണ്ടിരിക്കാൻ, ഇതിനിടയിൽ വെച്ചുകൊണ്ട് മലക്കുൽ മൗത്ത് വന്ന് എന്റെ റൂഹ് പിടിച്ചു കൊണ്ടുപോയാൽ നിങ്ങളിൽ ഒരാൾക്ക് പോലും കാണാൻ കഴിയില്ല. മലക്കുൽ മൗത്ത് വന്ന് എന്റെ റൂഹിനെ എന്റെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തി കൊണ്ടുപോകുന്നത് നോക്കണം നിങ്ങൾ. കൂടെ കിടക്കുന്ന ഭാര്യ പറയാൻ, ഞാൻ കെട്ടിപ്പിടിച്ച് കിടന്നതാണ്, രാത്രി പാല് കൊടുത്തതാൻ, വെള്ളം കൊടുത്തതാൻ, രാവിലെ എഴുന്നേൽക്കുമ്പോ എന്റെ ബെഡിൽ എന്റെ ശരീരത്തോട് ചേർന്ന് എന്റെ ശരീരത്തിൽ കൈകാലുകൾ വെച്ച് കിടന്ന മനുഷ്യനാ. എന്താ സംഭവിച്ചത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. നോക്കണം നിങ്ങൾ. അവിടെ വന്നു, മലക്കുൽ മൗത്ത് വന്നു, റൂഹ് സ്വീകരിച്ചു, പോയി. പക്ഷേ തൊട്ടപ്പുറത്ത് ആൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ ഇനിയും മറച്ചു വെച്ചതായിട്ടുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ടത്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ അവസ്ഥകൾ. അങ്ങനെ റൂഹ് നൽകപ്പെടുകയാണ്. ثم يخرج من بطن امه ضعيفا نحيفا واهن القوى. ആ റൂഹൊക്കെ നൽകപ്പെട്ട് കൃത്യമായ പ്രായപരിധി എത്തി ആ കുഞ്ഞ് 9 മാസം 10 ദിവസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ആ കുഞ്ഞ് ഈ ഭൂമി ലോകത്തേക്ക് വരും. ഭൂമി ലോകത്തിന് പുറത്തേക്ക് വരികയാണ്, പുറത്തേക്ക് വരിക ഉമ്മയുടെ വയറ്റിൽ നിന്ന്. എങ്ങനെയാണ് കടന്നു വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ദുർബലനായി, നിസ്സഹായനായി, ഒന്നിനും കഴിയാതെ, കരയാൻ മാത്രം, കണ്ണിന്റെ കാഴ്ച പോലും ശരിക്ക് തെളിയാതെ, കേൾവി പോലും പരിപൂർണമല്ലാതെ, തന്റെ കൈവെള്ളകൾ ചുരുട്ടിപ്പിടിച്ച് കരയാനല്ലാതെ മറ്റൊന്നിനും കഴിയാത്ത നിസ്സഹായനായി ആ കുഞ്ഞ് പുറത്തേക്ക് വരുമെന്നാണ്. ചെരിഞ്ഞു കിടക്കാൻ, എഴുന്നേറ്റ് നിൽക്കാൻ, കമഴ്ന്നു കിടക്കാൻ, എന്തിന്? തന്റെ ഉമ്മയോട്, ഉപ്പയോട്, അമ്മിഞ്ഞ പാലിന് വേണ്ടി ഉമ്മയോടൊന്ന് ചോദിക്കാൻ പോലും കഴിയാത്തവനായ നിസ്സഹായ അവസ്ഥനായി. അങ്ങനെയാണ് ആ കുഞ്ഞ് ജനിക്കുന്നത്. എന്നിട്ട് ആ കുഞ്ഞ് പതിയെ പതിയെ ബാല്യം, അതുപോലെ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, ഇങ്ങനെ പിന്നിട്ട് ആ ആളതാ പിന്നീടതാ ആ ചെറുപ്പത്തിന്റെ തിളപ്പിൽ ഓടിച്ചാടി കളിച്ച് ശരീരവും മനസ്സും ആഗ്രഹിക്കുന്ന പോലെ വളർന്നു വലുതായി പിന്നീട് വാർദ്ധക്യത്തിലേക്ക് എത്താൻ ആ യുവത്വം കഴിഞ്ഞു, മധ്യവയസ്കനായി. ഞാനിത് പറയുമ്പോ ഈ സംസാരിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഇന്നെത്തി നിൽക്കുന്ന ഓരോ സാഹചര്യങ്ങളെ, പൊസിഷനുകളെ ശരിക്കും ഞാനും നിങ്ങളും ഓരോരുത്തരും ഓർക്കണം. ആ യുവത്വം കഴിഞ്ഞ്, മധ്യവയസ്കത കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് പതുക്കെ പതുക്കെ ചെല്ലാൻ. അങ്ങനെ ആ മനുഷ്യന്റെ നിശ്ചയിക്കപ്പെട്ട ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങളും ഇങ്ങനെ മാറി 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 പോകും. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ആ യൗവനം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഏറ്റവും സുപ്രധാനമായ, ഏറ്റവും തീഷ്ണമായ ഒരു കാലമാണെന്ന് പറയാൻ കാരണം. യൂത്ത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ പവറാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നാട്ടിലെ എല്ലാവർക്കും ആവശ്യം യുവാക്കളെയാണ്. മതസംഘടനകൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക്, സാംസ്കാരിക സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് ചെറുപ്പത്തെയാണ്. മുദ്രാവാക്യം വിളിക്കാൻ, റാലി നടത്താൻ, പിക്കറ്റ് ചെയ്യാൻ, ഇങ്ങനെ എന്തിനും ഏതിനും ആവശ്യമുള്ളത് ചെറുപ്പത്തെയാണ്, യൂത്തിനെയാണ്. എന്തേ മനസ്സാഗ്രഹിക്കുന്നിടത്ത് ശരീരമെത്തുന്ന വൈകാരികതയുടെ, കഴിവിന്റെ ശക്തിയുടെ പ്രായമാണ് ചെറുപ്പമെന്ന് പറയുന്നത്, യുവത്വമെന്ന് പറയുന്നത്. എന്നാൽ അത് ഈ സംഘടനകൾക്ക് മാത്രമല്ല, ലഹരി മാഫിയകൾക്ക്, സെക്സ് റാക്കറ്റുകൾക്ക്, ഇവിടുത്തെ തീവ്രവാദ സംഘടനകൾക്ക് എല്ലാവർക്കും വേണം യുവാക്കളെ. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏറ്റവും വലിയ വിലപ്പെട്ട ഒരു അനുഗ്രഹമായി ആ യൗവനത്തെ, യുവത്വത്തെ പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. പലപ്പോഴായി, പലവുരുവായി ഞാനും നിങ്ങളുമൊക്കെ മിമ്പറുകളിൽ നിന്ന്
പ്രഭാഷണ വേദികളിൽ നിന്ന് കേൾക്കുക പ്രവാചകന്റെ ഒരു വചനമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്. നിഅമതാനി, രണ്ട് അനുഗ്രഹങ്ങൾ, രണ്ട് നിഅമത്തുകൾ, മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്. ജനങ്ങളിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും വഞ്ചിതരായി പോകുന്ന, ചതിയിൽ പെട്ടുപോകുന്ന, അശ്രദ്ധയിലായി പോകുന്ന രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. ശരിക്ക് കേട്ടോളി. കണ്ണ് തുറന്ന്, കാതു തുറന്ന്, ഹൃദയം തുറന്നു വെച്ച് നിങ്ങൾ കേൾക്കണേ. റസൂലുള്ള പറഞ്ഞ വാക്കാണ്, മുത്തു ഹബീബ് പറഞ്ഞ വാക്കാണ്. നിഅമതാനി, രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. മഗ്ബൂനുൻ ഫീഹിമാ, ആ രണ്ട് അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ വഞ്ചിക്കപ്പെട്ടു പോകുന്നവരാണ്, അശ്രദ്ധയിലായി പോകുന്നവരാണ്. കസീറുൻ മിനന്നാസ്, ജനങ്ങളിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും, ജനങ്ങളിലെ മഹാഭൂരിപക്ഷം ആളുകളും ആ രണ്ട് അനുഗ്രഹങ്ങളിൽ വഞ്ചിതരായി പോകും. ഏതൊക്കെ രണ്ട്? അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. അസ്സിഹ്ഹത്തു വൽ ഫറാഗ്, ഒന്ന് ആരോഗ്യമാണ്. സിഹ്ഹത്ത് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് എന്നാണ്. ഹെൽത്തി ആയിട്ടുള്ള, ആരോഗ്യവാനായിട്ടുള്ള, നല്ല ആരോഗ്യ ദൃഢാർത്ഥനായിട്ടുള്ള പ്രായം. വൽ ഫറാഗ്, തന്റെ ഒഴിവ് സമയം. ഈ രണ്ട് കാര്യത്തെ സംബന്ധിച്ച് മഹാഭൂരിപക്ഷം ആളുകളും വഞ്ചിക്കപ്പെടുന്നവരാണ് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ ആരോഗ്യ സമയം, നമ്മുടെ ഏറ്റവും നല്ല ആരോഗ്യമുള്ള സമയം എപ്പോഴാ? നമ്മുടെ ചെറുപ്പത്തിലാണ്, നമ്മുടെ യൗവനത്തിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. മനുഷ്യരിലെ മഹാഭൂരിപക്ഷം ആളുകളും വഞ്ചിക്കപ്പെടുന്നവരാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങളൊന്ന് നോക്കി, നമ്മുടെ ചുറ്റുപാടിലേക്കൊന്ന് നോക്ക്. ചെറുപ്പക്കാരായിട്ടുള്ള, മധ്യവയസ്കരായിട്ടുള്ള, കൗമാരക്കാരായിട്ടുള്ള ആളുകൾ, ടീനേജിൽ പഠിക്കുന്ന, സ്കൂളുകളിൽ, കോളേജുകളിൽ, അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി ആ ചെറുപ്പത്തിന്റെ തളപ്പിലുള്ള മക്കളൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരേത് മേഖലകളിലാണ് അവരേർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ശരിക്കും നോക്കിയാൽ മതി. വേറൊന്നും നോക്കണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത് അക്ഷരം പ്രതി പുലർന്നതുപോലെ നമുക്ക് കാണാൻ കഴിയും. ചെറുപ്പക്കാരായ ആളുകൾ, നമ്മുടെ ചുറ്റുപാടുകളിൽ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു ഭാഗത്ത് മദ്യവും മയക്കുമരുന്നും തുടങ്ങിയ മാരകമായ ലഹരി പദാർത്ഥങ്ങളാണ് നമ്മുടെ യൗവനത്തെ കാർന്ന് കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ, മറുവശത്ത് അധാർമികമായ ലൈംഗിക അരാജകത്വങ്ങൾ അരങ്ങുവാഴുന്ന ഒരു ജീവിത സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറ്റകൃത്യങ്ങള്, കൊലപാതകങ്ങള്, വ്യത്യസ്തങ്ങളായ അക്രമങ്ങളിൽ യൗവനം ഇങ്ങനെ തളച്ചു വളരുന്ന ഒരു കാര്യത്താണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ചെറുപ്പക്കാരായ യൗവനം പിന്നിടുന്ന ആ ചെറുപ്പക്കാരോട് നിൽക്കട്ടെ. റസൂൽ പറഞ്ഞ വാചകത്തിന്റെ മഅന മനസ്സിലാകണമെങ്കിൽ, ചെറുപ്പം കഴിഞ്ഞിരിക്കുന്ന ആളുകളില്ലേ ഇവിടെ? യൗവനം പിന്നിട്ട ആളുകളില്ലേ ഇവിടെ? നമ്മുടെ ഇന്ന് നമ്മൾ നിരച്ചു, ഇന്ന് നമ്മൾ ക്ഷയിച്ചു, ഇന്ന് നമ്മൾ പലതിനും കഴിയാത്തവരായി. ശരി, ഇന്നലകളിൽ നമ്മൾ നിരച്ചിട്ടുണ്ടായില്ല, ഇന്നലകളിൽ നമ്മൾ കരുത്തുള്ളവരായിരുന്നു, ഒരു നല്ലൊരു യൗവനം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഏതു മാർഗത്തിലായിരുന്നു എന്ന് ആലോചിച്ചു നോക്കൂ. പലപ്പോഴും സങ്കടത്തോടെ പലരും പറയാറുണ്ട്, മൗലവി ഈ ഹിദായത്തൊക്കെ കിട്ടി, തൗഹീദൊക്കെ കിട്ടി, ഈ ദീനൊക്കെ പഠിച്ചു മനസ്സിലാക്കി, നമസ്കാരമൊക്കെ നിലനിർത്തി ഒരു നല്ല ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഈ അടുത്ത കാലത്താണ്. ചെറുപ്പകാലമൊക്കെ മോശമായ വൃത്തികേടുകൾ നിറഞ്ഞ, തിന്മകൾ നിറഞ്ഞ ഒരു ഭൂതകാലം കഴിഞ്ഞു പോയിട്ടുണ്ട് മൗലവി. അതിനെപ്പറ്റിയുള്ള കുറ്റബോധമാണ്, അടങ്ങാത്ത പശ്ചാത്താപ ചിന്തയാണ് എന്നൊക്കെ, പടച്ചോന്റെ അടുക്കൽ രക്ഷപ്പെടുമോ എന്നൊക്കെ ഭയപ്പെടുന്നുണ്ട് എന്ന് നിരവധി ആളുകൾ സങ്കടം പറയുന്നത് കേൾക്കാറുള്ള കാര്യമാണ്. അതുകൊണ്ട് മുഅ്മിനുകളെ, നമ്മുടെ ചെറുപ്പത്തെപ്പറ്റി, നമ്മുടെ യൗവനത്തെപ്പറ്റി, എങ്ങനെയാണ് നമ്മൾ ജീവിച്ചിരുന്നത് എന്ന് ഞാനും നിങ്ങളുമൊക്കെ ശരിക്കാലോചിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, മഹാഭൂരിപക്ഷം മനുഷ്യരും തങ്ങളുടെ യുവത്വത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയാതെ
എങ്ങനെയൊക്കെയോ എവിടെയൊക്കെയോ ഏതൊക്കെയോ മാർഗങ്ങളിൽ പാഴാക്കിക്കളഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞ ആളുകളാണ് മഹാഭൂരിപക്ഷം ആളുകളും. യൗവനം നഷ്ടപ്പെട്ടു പോയവരാൻ, യൗവനം പാഴായി പോയവരാൻ. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ ജീവിതത്തിന്റെ, നമുക്ക് ഈ ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തിട്ടുണ്ടോ, ആ അനുഗ്രഹങ്ങൾക്ക് ഓരോന്നിനും, റബ്ബ് നമുക്ക് നൽകിയ ജീവിതത്തിലെ ഓരോന്നിനും അല്ലാഹുവിന്റെ അടുക്കൽ കൃത്യമായ കണക്ക് പറയേണ്ടി വരും എന്ന കാര്യത്തിലുള്ള കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകണം. റബ്ബ് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടോ അതിനൊക്കെയും അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും. ഇതൊക്കെ റബ്ബ് വെറുതെ തന്നതല്ല, ഇത് റബ്ബ് നമുക്ക് അറിഞ്ഞു തന്നതാണ്. ഓരോന്നും, ആ നൽകപ്പെട്ട ഓരോന്നിനും അല്ലാഹുവിന്റെ മുമ്പിൽ ഇന്നത് ഇന്നതുപോലെ, ഇന്നത് ഇന്നതുപോലെ, ഇന്നത് ഇന്നതുപോലെ ഞാൻ നിർവഹിച്ചിട്ടുണ്ട് എന്ന് പടച്ച റബ്ബിന്റെ അടുക്കൽ കണക്ക് ബോധിപ്പിക്കണം നമ്മളെ. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, ഒരടിമയുടെയും രണ്ട് കാൽപാദങ്ങൾ, നോക്കണം നിങ്ങൾ പ്രവാചകന്റെ വാചകത്തിന്റെ മൂർച്ച നോക്കണേ. ലാ തസൂലു, നീങ്ങിപ്പോവുകയില്ല, നീക്കാൻ കഴിയൂല, മാറ്റിവെക്കാൻ കഴിയൂല. ഖദമ അബ്ദിൻ, ഒരടിമയുടെയും ഒരാളുടെയും രണ്ടു കാൽപാദങ്ങളെ, അവന്റെ ഫുൾ സ്റ്റെപ്പുകളെ ഒരു സ്റ്റെപ്പ് പോലും നീക്കിവെക്കാൻ പറ്റൂല. ഹത്താ യുസ്അല, അവനോട് ചോദ്യം ചെയ്യാതെ, അവനോട് ചോദിക്കപ്പെടാതെ. എന്താ ചോദിക്കപ്പെടുന്നത്? അൻ ഉംരിഹി ഫീമ അഫ്നാ, നിനക്കൊരായുസ് ഞാൻ തന്നില്ലേ, ഒരായുഷ്കാലം ഇവിടെ ജീവിക്കാനുള്ള അവസരം തന്നില്ലേ, എങ്ങനെയാണ് ആ ആയുസ് നീ വിനിയോഗിച്ചത്, നീ നശിപ്പിച്ചത്, ജീവിച്ചു തീർത്തത്? 50 കൊല്ലം ജീവിച്ചവനോടുള്ള ചോദ്യമാണ്. 50 കൊല്ലം ഈ ദുനിയാവിൽ ജീവിക്കാൻ അവസരം തന്നു, എന്ത് ചെയ്തു? 60 കൊല്ലം ജീവിച്ചവനോടുള്ള ചോദ്യമാണ്, 60 കൊല്ലം നിനക്ക് ഞാൻ ആയുസ് തന്നു, എന്ത് ചെയ്തു ആ ആയുസ് കൊണ്ട്? 40 കൊല്ലം തന്നവനോട് ചോദ്യമാണ്, എടോ 40 കൊല്ലം ഈ ദുനിയാവിൽ ജീവിക്കാൻ, ഈ ഭൂമിയിൽ ജീവിക്കാൻ നിനക്ക് അവസരം തന്നില്ലേ, ചാൻസ് തന്നില്ലേ? ആ 40 കൊല്ലം നീ എന്തിനു വേണ്ടി വിനിയോഗിച്ചു? റസൂൽ പറയുകയാണ്, രണ്ടാമത്തെ ചോദ്യം എന്തെന്നറിയുമോ? വഅൻ ഇൽമിഹി ഫീമ ഫഅൽ, നിനക്ക് ഒരുപാട് അറിവുണ്ടായില്ലേ? മദ്രസയിലെ കുഞ്ഞുനാൾ മുതൽ, നമുക്കറിയാലോ ചെറിയ മക്കളാണ് നേരത്തെ ഇവിടെ പരിപാടികൾ അവതരിപ്പിച്ചത്. പാട്ടുപാടിയിട്ടും പ്രസംഗിച്ചിട്ടും ഖുർആൻ ഓതിയിട്ടും ഇങ്ങനെ ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ മദ്രസയിൽ നിന്ന് അല്ല ഉമ്മയുടെ ആ തൊട്ടിൽ പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരുമ്മ തൊട്ടിലാട്ടുമ്പോ ഇസ്ലാമിന്റെ അടിസ്ഥാനമായ ആ കലിമത്തു തൗഹീദ് പാടിയിട്ട് കുഞ്ഞിനുറക്കുന്നത് മുതൽ അവിടുന്ന് ഓരോ മുസ്ലിമും പഠിക്കുകയാണ്, ഇസ്ലാമിന്റെ ശിആറുകൾ പഠിക്കുകയാണ്, ഇസ്ലാമിന്റെ ഉസൂലുകൾ പഠിക്കുകയാണ്, മദ്രസയിൽ നിന്ന് പഠിപ്പിക്കപ്പെടുകയാണ്. ഖുർആൻ പഠിച്ചിട്ടുണ്ട്, ഹദീസ് പഠിച്ചിട്ടുണ്ട്, അഖ്ലാഖ് പഠിച്ചിട്ടുണ്ട്, അഖീദ പഠിച്ചിട്ടുണ്ട്, ഫിഖ് പഠിച്ചിട്ടുണ്ട്, താരീഖ് പഠിച്ചിട്ടുണ്ട്. പഠിച്ചതല്ലേ മുഅ്മിനെ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. വഅൻ ഇൽമിഹി, 40 കൊല്ലത്തെ ആയുസ്സിൽ, 50 കൊല്ലത്തെ ആയുസ്സിൽ, 60 കൊല്ലത്തെ ആയുസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നീ പഠിച്ചത്? ഫീമ ഫഅല, ആ പഠിച്ചതനുസരിച്ചിട്ട് എന്തൊക്കെയാ നീ ചെയ്തത്? എന്തെല്ലാം അമലുകളാണ് നീ ചെയ്തത്? എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നീ ചെയ്തത്? നീ പഠിച്ചതല്ലേ, നീ അറിഞ്ഞതല്ലേ, നീ കേട്ടതല്ലേ? എന്നിട്ട് നീ എന്തൊക്കെ ദുനിയാവിൽ ചെയ്തു എന്ന് അവനോട് ചോദിക്കപ്പെടുമെന്നാണ്. പിന്നെയോ മൂന്നാമത്തെ കാര്യം വഅൻ മാലിഹി, അവന്റെ സമ്പത്തിനെ കുറിച്ചാണ്. ഒന്നുമില്ലാത്തവനായി, അല്ലെങ്കിൽ വാപ്പയുടെ അനന്തര സ്വത്തായി, ഉമ്മയുടെ അനന്തര സ്വത്തായി ധാരാളം സമ്പത്തുള്ളായവൻ, അതല്ലെങ്കിൽ ഒട്ടും സമ്പത്തില്ലാത്തവൻ, പിന്നീട് പഠിച്ച് സമ്പാദിച്ച് വലിയ നിലയിലെത്തി എങ്കിൽ ചോദ്യം എന്താ? ചോദ്യം വഅൻ മാലിഹി, നിന്റെ സമ്പത്തിനെ കുറിച്ചാണ്. മിൻ ഐന ഇക്തസബഹു,
നീ എവിടുന്നാ സമ്പാദിച്ചത്? നിനക്കൊന്നും ഉണ്ടായില്ലല്ലോ. നിന്റെ വാപ്പ നിനക്ക് അനന്തരം തന്നിട്ടില്ല, നിന്റെ ഉമ്മ നിനക്ക് അനന്തരം തന്നിട്ടില്ല. കടങ്ങളുടെ ആ ബാധ്യതകളല്ലാതെ വാപ്പൊന്നും ബാക്കി വെച്ചിട്ടില്ല. എന്നാൽ നീ ഇപ്പൊ വലിയ സമ്പന്നനായി, വലിയ ബിസിനസ്സുകാരനായി, വലിയ ബാങ്ക് ബാലൻസ് ഉള്ളവനായി. നിന്റെ സമ്പത്ത് മിൻ ഐനക്തസബഹു, എവിടെ നിന്നാണ് നീ സമ്പാദിച്ചത്? നമ്മൾ വിചാരിക്കുന്നത് മുതലാളിയോട് മാത്രമുള്ളൂ, വലിയ കാശേരനോട് മാത്രമുള്ളൂ എന്നോട് ചോദ്യമില്ല. അത്താഴപ്പട്ടിണിക്കാരനായ അന്നന്ന് ജീവിക്കുന്നവർ, കൂലി വേലെടുത്ത് ജീവിക്കുന്നവർ, ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നവർ, തൊഴിലാളിയായി ജീവിക്കുന്നവർ, അവനോട് ചോദ്യമില്ല എന്ന് വിചാരിക്കണ്ട. എല്ലാവരോടും തന്റെ സമ്പത്തിനെ കുറിച്ച് ചോദ്യമുണ്ട്. മിൻ ഐനക്തസബഹു, ഏത് മാർഗത്തിലാ പൈസ ഉണ്ടാക്കിയത്? നമ്മൾ നോക്കണം. കാശുണ്ടാക്കണം, സമ്പന്നനാകണം, മുതലാളിയാകണം എന്ന ചിന്തയോടെയോ അല്ലാതെയോ ജീവിക്കുന്നവനാ മനുഷ്യൻ. എവിടുന്ന് സമ്പാദിച്ചു? ഏത് മാർഗത്തിൽ സമ്പാദിച്ചു? എങ്ങനെ പണമുണ്ടാക്കി? മാത്രമല്ല വഫീമ അൻഫഖഹു, നിന്റെ സമ്പത്ത് ഏതു മാർഗത്തിലാ നീ വിനിയോഗിച്ചത്? പണം ഏതു മാർഗത്തിലാ നീ ചെലവഴിച്ചത്? ചോദ്യമുണ്ട്. അള്ളാഹുവിന്റെ പള്ളിയുടെ ആവശ്യങ്ങൾ വന്നില്ലേ? നിന്റെ നാട്ടിൽ അള്ളാഹനെ മാത്രം ആരാധിക്കാനുള്ള ഒരു പള്ളിയുടെ ആവശ്യമുണ്ടായില്ലേ? പാവപ്പെട്ട മക്കൾക്ക് മദ്രസ പഠിപ്പിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയുള്ള ആവശ്യമുണ്ടായില്ലേ? പാവപ്പെട്ടവന് അന്തിയുറങ്ങാൻ ഒരു കൂര വെച്ചു കൊടുക്കാൻ ഒരു വീടിന്റെ സഹായത്തിന് ആവശ്യമുണ്ടായില്ലേ? മാരകമായ രോഗങ്ങൾ കടിമപ്പെട്ട് ക്യാൻസർ വന്നിട്ട്, കിഡ്നി മാറ്റിവെക്കേണ്ട ആവശ്യം വന്നിട്ട്, ബ്രെയിൻ ട്യൂമർ വന്നിട്ട്, വ്യത്യസ്തങ്ങളായ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി, വിധവകൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി സഹായം തേടി നിന്റെ അടുക്കൽ വന്നിരുന്നില്ലേ? ആ സമയത്ത് നിന്റെ സമ്പത്ത് നീ ചെലവഴിച്ചോ? ഏത് മാർഗത്തിലാ നീ ചെലവഴിച്ചത്? നിന്റെ പൈസ നീ ചെലവഴിച്ച് ഏത് മാർഗത്തിലാ എന്ന ചോദ്യമുണ്ടാകും. നാലാമത്തെ ചോദ്യം വഅൻ ജിസ്മിഹി, തന്റെ ശരീരത്തെക്കുറിച്ചാണ്, ബോഡിയെക്കുറിച്ചാണ്, ആരോഗ്യത്തെക്കുറിച്ചാണ്. ഫീമ അബ്ലാഹു, തന്റെ ശരീരം കൊണ്ട് എന്ത് ചെയ്തു? ഒന്നിനു മാത്രം പോകുന്ന ഒരു ശരീരം നിനക്ക് ഞാൻ തന്നില്ലേ? നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം, ആ ശരീരം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന ചോദ്യമുണ്ടാകുമെന്നാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹിന്റെ ഈ വചനങ്ങൾ മരിക്കുന്നത് വരെ നമ്മുടെ കർണപുടങ്ങളിൽ ഇങ്ങനെ കിടന്നടിക്കണം. ജീവിതത്തിന്റെ ഓരോന്നിനെ കുറിച്ചും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ഈ ആയുസ് തന്ന റബ്ബ്, ഈ ജീവിതം തന്ന റബ്ബ് ഈ ദുനിയാവിൽ എത്ര കാലം ജീവിക്കുന്നുവോ അതിന്റെ കണക്ക് റബ്ബിന്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടി വരും. ഈ ഹദീസിന്റെ തുടക്കം എങ്ങനെയാ? ലാ തസൂലു ഖദമാ അബ്ദിൻ യൗമൽ ഖിയാമ, ഒരടിമക്കും തന്റെ രണ്ട് കാലുകളുടെയും പാദങ്ങൾ വെച്ചിടത്തു നിന്ന് ഒരടി, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ പറ്റൂല. ഈ 4 ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ബോധിപ്പിച്ചിട്ടല്ലാതെ. നോക്കൂ നിങ്ങൾ, ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹ് തന്നതായി ഈ ജീവിതം, റബ്ബ് തന്നതാണ് ഈ ജീവിതം. ആ റബ്ബ് തന്ന ജീവിതം റബ്ബിന് ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചെലവഴിക്കാനാണല്ലോ തന്നത്. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, അല്ലാഹ് ചോദിക്കാൻ, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അഫഹസിബ്തും, മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അന്നമാ ഖലഖനാകും അബസാ, നാം നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന്? ഒരാവശ്യമില്ല. വെറുതെ തമാശയായി, ഒരു ജോക്സായി, ഒരു കളിയായി നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണ് എന്നാണോ മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നത്? കർണാടക സംസ്ഥാനത്തിലെ മംഗലാപുരത്ത് ഈ വോളന്തൂർ എന്ന പ്രദേശത്ത് ഇന്നാലിന്നവന്റെ മകനായി, മകളായി, ഇന്ന കുടുംബത്തിലെ ഇത്രാമത്തെ മകനായി, ഇത്രാമത്തെ മകളായി നിങ്ങൾ ഒരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ
കേരള സംസ്ഥാനത്തിലെ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി പ്രദേശത്ത് ഇന്നാലിന്ന കുടുംബ വീട്ടിലെ ഇന്നാലിന്നവന്റെ മകനായി, ഇന്നാലിന്നവരുടെ മകനായി, ഇത്രാമത്തെ മകനായി, അതാണായി ജനിക്കാൻ എനിക്ക് വേണ്ടി റബ്ബ് ജന്മം വിധിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഞാൻ ചോദ്യത്തിന് മറുപടി പറയണം. അതുകൊണ്ടാണല്ലോ ചോദിച്ചത്, അഫഹസിബ്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അന്നമാ ഖലഖനാകും അബസാ, നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണ്, വെറുതെ സൃഷ്ടിച്ചതാണ്, ഒരാവശ്യവുമില്ലാതെ ഒരു ലക്ഷ്യവുമില്ലാതെ നിങ്ങളെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിശ്ചയിക്കപ്പെട്ട ആയുസ് ഈ ദുനിയാവിൽ ജീവിച്ച് മരണത്തിന്റെ കവാടത്തിലൂടെ 6 അടി മണ്ണിലേക്ക് ചെന്ന് അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എഴുന്നേറ്റ് മഹ്ശറയിലൂടെ, വിചാരണയിലൂടെ, സ്വർഗതരകങ്ങളിലൂടെ മലികുൽ ജബ്ബാറായ രാജാതിരാജനായ എന്റെ അടുക്കലേക്ക് നിങ്ങൾ തിരിച്ചു വരില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലാഹുവിന്റെ ചോദ്യമാണ്. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, ആ റബ്ബിന്റെ അടുക്കലേക്ക്, രാജാതിരാജാവിന്റെ അടുക്കലേക്ക്, മാലികുൽ മുലൂക്കിന്റെ അടുക്കലേക്ക് തിരിച്ചു വരില്ലെന്നാണോ നിങ്ങൾ കരുതിയിട്ടുള്ളത്? അല്ലാഹുവിനെ നിഷേധിക്കുന്നവർ, ദൈവനിഷേധികൾ, യുക്തിവാദികൾ എന്ന് പറയുന്നവരെ, നിന്നെ പടച്ച, നിനക്ക് കൈകാലുകൾ നൽകിയ, കണ്ണും കാതും നൽകിയ ആ റബ്ബിനെ നാളെ കണ്ടുമുട്ടുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ സമയത്ത് ദുനിയാവിലെ ഒരു ആയുഷ്കാലം ദൈവമില്ലെന്ന് പറഞ്ഞവനെ, അല്ലാഹുവില്ലെന്ന് പറഞ്ഞവനെ, ആ റബ്ബിനെ മുഖാമുഖം കാണുന്ന നേരത്ത് എന്ത് സമാധാനമാണ് നീ പറയുകയെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തിട്ടുള്ള ഏത് കാര്യങ്ങളും അല്ലാഹു പറയാണ് വെറുതെ പടച്ചതല്ല, പടച്ചതിനൊക്കെയും അല്ലാഹുവിന് കൃത്യമായ ഉദ്ദേശമുണ്ട്, ലക്ഷ്യമുണ്ട്. വിശുദ്ധ ഖുർആനിൽ എന്തിനാണ് മനുഷ്യനെ പടച്ചത് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ, മനുഷ്യനെ പടക്കുന്ന സമയത്ത് മനുഷ്യൻ എന്നൊരു സൃഷ്ടിയെ സംബന്ധിച്ച് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പടക്കുന്ന കാര്യം അല്ലാഹുവിന്റെ സമീപ സൃഷ്ടികളായ ജിന്നുകളോട്, മലക്കുകളോട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമ്പോ ആ സമയത്ത് മലക്കുകൾ ചോദിച്ചു എന്നാണ് അല്ലാഹുവിനോട്, അല്ല പടച്ചോനെ, എന്തിനാണ് അങ്ങനത്തെ ഒരു വിഭാഗത്തെ നീ സൃഷ്ടിക്കണത്? എന്തിനാണ് അങ്ങനെ സൃഷ്ടിക്കുന്നത്? നിന്നെ സ്തുതിക്കാൻ, നിനക്ക് തസ്ബീഹ് ചെയ്യാൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഞങ്ങൾ മലക്കുകൾ ഇവിടെ ഉണ്ടല്ലോ പടച്ചോനെ, പിന്നെ എന്തിനാണ് നീ അവരെ സൃഷ്ടിക്കണത്? എന്നിട്ട് മലക്കുകൾ പറഞ്ഞു എന്നാണ്. മലക്കുകളോട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഞാനിതാ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വർഗത്തെ പടക്കാൻ പോവുക. ആ സമയത്ത് മലക്കുകൾ ചോദിച്ചു എന്നാണ്, എന്തിനാണ് പടച്ചോനെ? നുസബ്ബിഹു ബിഹംദിക വ നുഖദ്ദിസ് ലക്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മലക്കുകൾ പറയാണ്, എന്തിനാണ് ഇങ്ങനത്തെ ഒരു വർഗം, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, രക്തം ചിന്തുന്ന, പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ജനതയെ എന്തിനാണ് പടച്ചോനെ നീ സൃഷ്ടിക്കുന്നത്? നിനക്ക് തസ്ബീഹ് ചെയ്യാനാണെങ്കിൽ, നിന്നെ സ്തുതിക്കാനാണെങ്കിൽ, നിന്നെ പ്രകീർത്തിക്കാനാണെങ്കിൽ മലക്കുകളായ ഞങ്ങളില്ലേ റബ്ബേ, വേറൊരു പണിയില്ലാതെ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ട്, അല്ലാഹുവിനെ തഹ്മീദ് ചെയ്തുകൊണ്ട്, അല്ലാഹുവിനെ പരിശുദ്ധിപ്പെടുത്തിക്കൊണ്ട് ധാരാളം മലക്കുകൾ, ചില മലക്കുകൾ 70,000 മലക്കുകളൊക്കെയാണ് വാനലോകത്ത് നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയെ ആ പ്രകീർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന മലക്കുകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങനത്തെ മലക്കുകൾ ചോദിക്കണം, എന്തിനാണ് ഇങ്ങനത്തെ ഒരു വർഗത്തെ, അടിയും പിടിയും കച്ചറയും കൊലപാതകങ്ങളും ചോരചിന്തലൊക്കെ നടത്തുന്ന ഒരു ടീമിനെ എന്തിനാ പഠിച്ചോനെ? ആ സമയത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്ക് അവരെ സംബന്ധിച്ചറിയാം. നിങ്ങൾ പറഞ്ഞ ശരിയാ, കുഴപ്പക്കാരാണ്, ചിലപ്പോൾ അടിപിടി ഉണ്ടാക്കും, ചിലപ്പോൾ കച്ചറ ഉണ്ടാക്കും, ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും, ചിലപ്പോൾ ചോര ചിന്തിന്ന് വരും. പക്ഷേ നിങ്ങൾ ആ പറയുന്ന പോരായ്മകൾ മാത്രമല്ല അവർക്ക്, നിങ്ങൾക്കറിയാത്ത ചില ഗുണങ്ങളും അവർക്കുണ്ട് എന്ന്
നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാമെന്ന് മനുഷ്യരെ പടക്കുന്ന സമയത്ത് മലക്കളോട് അല്ലാഹു പറഞ്ഞു ഞാൻ. എന്നിട്ട് മനുഷ്യരെ പടച്ചതിന് ശേഷം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മലക്കുകളെ കൊണ്ട് ആ ആദിമ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. ആദം മക്കൾക്ക്, മനുഷ്യ മക്കൾക്കുള്ള ആദരവിന്റെ ഭാഗമായി മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. മുഴുവൻ മലക്കുകളും സുജൂദ് ചെയ്തു. ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. ആധികാരം കാരണത്താൽ, അഹങ്കാരം കാരണത്താൽ പിശാചിനെ, ഇബ്ലീസിനെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ശപിക്കപ്പെട്ടവനായി ആട്ടിയോടിച്ചു. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന്. അതിന്റെ ഫലമായിട്ടാണ് പിശാച് ആ ആദമിന്റെ മക്കൾ, ആദം കാരണമാണ് ഞാൻ ആട്ടിപ്പുറത്താക്കപ്പെട്ടത് എങ്കിൽ ആ ആദമിന്റെ മക്കളെ ഞാൻ ആ സ്വർഗത്തിൽ നിന്ന് ഞാൻ പുറത്താക്കും, ആ സ്വർഗത്തിൽ നിന്ന് ഞാൻ തടയുമെന്ന വാശിക്കാണ് ആ പിശാച് മനുഷ്യ മക്കൾക്കിടയിൽ ഖിയാമത്ത് നാൾ വരെ ആയുസ് കിട്ടാൻ വേണ്ടി ചോദിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, എന്തിനാണ് മനുഷ്യ മക്കളെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് എന്ന് അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ദാരിയാത്ത്, ആ സൂറത്തുൽ ദാരിയാത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല 56-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയാൻ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. വമാ ഖലഖ്തുൽ ജിന്ന, ജിന്ന് വർഗത്തെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, വൽ ഇൻസ, മനുഷ്യ വർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, അവർ എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ, എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ മനുഷ്യ മക്കളെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ജിന്ന് വർഗത്തെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. മുഅ്മിനെ, മഗ്രിബിന്റെ ജമാഅത്ത് കഴിഞ്ഞിട്ടാണല്ലോ ഈ സദസ്സിൽ ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അല്ലാഹു നമ്മളെ പഠിച്ചത്. അതുകൊണ്ടാണ് ഒരു മുസൽമാൻ അവന്റെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിലും നിർബന്ധമായി 5 വക്തുകൾ, 5 വക്തിലെ വ്യത്യസ്തങ്ങളായ സുബഹിന് 2, അതുപോലെ തന്നെ ളുഹ്റിന് 4, അസ്റിന് 4, മഗ്രിബിന് 3, ഇശാഇന് 4, അങ്ങനെ 17 റക്അത്തുകൾ നിർബന്ധമായി. ആ നിർബന്ധമായ റക്അത്തുകളിൽ നിർബന്ധമായും ചൊല്ലേണ്ട 4 അതല്ല 3 നോക്കണം നിങ്ങൾ. ആ സൂറത്തുൽ ഫാത്തിഹ ഓരോ റക്അത്തിലും അത് പതുക്കെ ചൊല്ലുന്നതാകട്ടെ, ഉറക്കെ ചൊല്ലുന്നതാകട്ടെ, 2 റക്അത്ത് കഴിഞ്ഞാലുള്ളതാകട്ടെ, ഏത് റക്അത്തിലും ഫാത്തിഹ നിർബന്ധമാണ്. ആ ഫാത്തിഹ നിർബന്ധമായി ഓതുന്ന ഫാത്തിഹയിലൂടെ ഓരോ മുസൽമാനെ കൊണ്ടും റബ്ബ് സുബ്ഹാനഹു വ തആല പറയിപ്പിക്കുകയാണ്. എന്താ പറയിപ്പിക്കുന്നത്? അവനെ പതുക്കെ പറയും, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ. ഇത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയണത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അത് ചൊല്ലാത്ത ഒരു ഫാത്തിഹയുണ്ടോ? അത് ചൊല്ലാത്ത ഒരു നമസ്കാരമുണ്ടോ? ഒരു റക്അത്തുണ്ടോ? അല്ലാഹുവിന്റെ മുമ്പിൽ പറയുകയാണ്, ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യൂ പടച്ചോനെ, നിന്നെ മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യൂ. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ ഇസ്തിആനത്ത് ചെയ്യൂ, സഹായം തേടൂ. നോക്കൂ നിങ്ങൾ, അള്ളാനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു മനുഷ്യനെ പടച്ചത്. അതുകൊണ്ടാണ് ഓരോ റക്അത്തുകളിലും ആ റബ്ബിന്റെ മുമ്പിൽ ചെന്നു നിന്ന്, രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ ചെന്നു നിന്ന് നമ്മൾ പറയാൻ, നമസ്കാരത്തെ മുഅ്മിനുകളെ ഗൗരവത്തിൽ കാണണം. ആ നമസ്കാരത്തിന്റെ മുന്നിൽ ചെന്നിട്ട് നമ്മൾ പറയാൻ, വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള
ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ വജ്ജഹതു വജ്ഹിയ എന്റെ മുഖത്തെ ഞാനിതാ തിരിച്ചു വച്ചിരിക്കുന്നു. ആരുടെ മുന്നിലാണെന്നറിയുമോ? വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ അർള ആകാശഭൂമികളെ പടച്ചവനാരോ അവന്റെ നേരെയാണ് എന്റെ മുഖത്തെ ഞാൻ തിരിച്ചു വച്ചിരിക്കുന്നത്. ഹനീഫൻ മുസ്ലിമാ യാതൊരു വളവുമില്ലാത്ത യാതൊരു കളങ്കവുമില്ലാത്ത ഋജുമാനസനായിക്കൊണ്ട് പരിപൂർണമായി റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നവനായി ഒരു മുസ്ലിമായി കൊണ്ട് ആ റബ്ബിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് എന്റെ മുഖത്തെ ഞാൻ തിരിച്ചു വച്ചിരിക്കുന്നു. റബ്ബേ നിന്റെ മുമ്പിലാണ്, ഒരു വളവില്ല, ഒരു ചതിയില്ല പടച്ചോനെ, ഒരു കളങ്കവുമില്ല എന്റെ മനസ്സിൽ. ഋജുമാനസനായിട്ട് ഹനീഫായിട്ട് മുസ്ലിമായിട്ട് എന്നിട്ട് അല്ലാഹുവോട് പറയാൻ വമാ അന മിനൽ മുശ്രികീൻ ഞാൻ ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവനല്ല, അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവനല്ല. നോക്കണേ നിങ്ങള്, നമസ്കാരം തുടങ്ങുമ്പോ ഓരോ മുഅ്മിനിന്റെ നാവുകൊണ്ട് റബ്ബ് പറയിപ്പിച്ച വാചകമാണ് വമാ അന മിനൽ മുശ്രികീൻ ഞാനൊരു ശിർക്ക് ചെയ്യുന്നവനല്ല, ഞാൻ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവനല്ല, അല്ലാഹയല്ലാത്ത ഒരാളുടെ പേരിൽ സത്യം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെട്ടവനല്ല ഞാൻ. ആ റബ്ബിനല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നവനല്ല, ആ റബ്ബിനോടല്ലാതെ മറ്റൊരാളോടും സഹായം തേടുന്നവനല്ല. എത്ര കടത്തിന്റെ കടങ്ങൾ എനിക്ക് കുമിഞ്ഞുകൂടിയാലും ശരി, എന്റെ സമ്പത്ത് കച്ചവടം 8 നിലയിൽ പൊട്ടിയാലും ശരി, അല്ലാഹുവേ ഒരിക്കലും ഞാൻ നിന്നിൽ ശിർക്ക് വെക്കൂല. പടച്ചോനെ ഞാൻ ഒരുത്തന്റെ അടുക്കലും പോയിട്ട് എന്റെ ഭാവി ഞാൻ അന്വേഷിക്കൂല, എന്റെ കൈ ഞാൻ മലത്തി ഭാവി ചോദിക്കൂല, കൈകോട്ടക്കാരനടുക്കൽ ഞാൻ ചെല്ലൂല. പടച്ചോനെ ഒരു തങ്ങടുക്കല്, ഒരു ബീവിയുടെ അടുക്കല്, ഒരു ഔലിയുടെ അടുക്കല്, ഒരു മക്ബറയിലേക്ക്, ഒരു ജാറത്തിലേക്ക് പടച്ചോനെ നിന്റെ അടുക്കലല്ലാതെ മറ്റൊരാളിലേക്കും ഞാൻ ചെല്ലൂല. പടച്ചോനെ നിന്നോടല്ലാതെ ഞാൻ സങ്കടം പറയില്ല. എന്നെ ജീവിപ്പിച്ച, എനിക്ക് വായു നൽകിയ, എനിക്ക് വെള്ളം നൽകിയ, എനിക്ക് കാഴ്ച നൽകിയ, എനിക്ക് കേൾവി നൽകിയ, എനിക്ക് കൈകാലുകൾ നൽകിയ, ഈ ശരീരം നൽകിയ, ഈ ഭംഗി നൽകിയ, ഈ റൂഹിനെ എന്റെ ശരീരത്തിൽ നൽകിയ റബ്ബേ, നിന്നോടല്ലാതെ ഈ ശരീരത്തിന് രോഗം വന്നാൽ നിന്നോടല്ലാതെ ഞാൻ സഹായം തേടൂല. എനിക്ക് കടങ്ങൾ വന്നാൽ നിന്നോടല്ലാതെ ഞാൻ പറയൂല. രോഗം വരട്ടെ, എന്റെ മക്കളുടെ കല്യാണമാകട്ടെ, എന്റെ ജീവിതത്തിന്റെ എന്തേത് ആവശ്യങ്ങളുമാകട്ടെ, നിന്നോടല്ലാതെ മറ്റൊരാളോടും ഞാൻ ചോദിക്കൂല, സഹായം തേടൂല, തവക്കുലാക്കൂല, ബരമേൽപ്പിക്കൂല, നേർച്ച വഴിപാടുകൾ അർപ്പിക്കൂല. അത് പ്രഖ്യാപിച്ചവനാ മുസ്ലിം. പടച്ചോനെ ഞാൻ നിനക്ക് സമർപ്പിച്ചവനായി നിന്റെ മുമ്പിൽ ഞാൻ വന്നു എന്ന് മാത്രമല്ല, വമാ അന മിനൽ മുശ്രികീൻ ഞാൻ ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടൂല എന്ന് പറഞ്ഞത്. ഞാൻ ശിർക്ക് ചെയ്യൂല എന്നല്ല, ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പോലും ഞാൻ പെടൂല. പടച്ചോനെ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന സ്വലാത്തി എന്റെ നമസ്കാരം, വനുസുകി എന്റെ ബലികർമ്മങ്ങൾ, എന്റെ ആരാധനകൾ, വമഹ്യായ എന്റെ ജീവിതം തന്നെയും, നീ എനിക്ക് ചെന്നതാ ഈ ജീവിതം, ആ ജീവിതം പോലും, വമമാതി എന്റെ മരണം പോലും ലില്ലാഹി റബ്ബിൽ ആലമീൻ ലോകങ്ങളുടെ രക്ഷിതാവായ നാഥ നിന്റെ മാർഗത്തിലായിരിക്കും. ജീവിതം മാത്രമല്ല, മരണം പോലും നിന്റെ മാർഗത്തിലായിരിക്കും എന്ന് പറഞ്ഞ മുസ്ലിമേ, നിനക്കെങ്ങനെയാണ് അല്ലാഹുവിന്റെ മുമ്പിൽ നീ പറഞ്ഞ വാചകങ്ങളെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്ക്. അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് പറഞ്ഞവനല്ലേ നീ? 5 വക്തിൽ നീ പറയുന്നില്ലേ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ നിന്നോട് മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യൂ, നിനക്ക് മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യൂ,
നിന്നോടല്ലാതെ ഒരാളോടും ഞാൻ ഇബാദത്ത് ചെയ്യൂല, ദുആ ചെയ്യൂല, ഇസ്തിഗാസ ചെയ്യൂല, ഇസ്തിആനത്ത് ചെയ്യൂല, ഒന്നും ഞാൻ ചെയ്യൂല പടച്ചോനെ, നിനക്ക് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞ മുഅ്മിനേ, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ? വിശുദ്ധ ഖുർആനിൽ യുവത്വത്തെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. ഒരു യുവത്വത്തെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എവിടെന്നറിയോ? 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ്. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും മുസ്ലിം ഉമ്മത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ് സൂറത്തുൽ കഹ്ഫ്, അല്ലേ? മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച നമ്മൾ ഓതി. ആ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു യുവത്വത്തെ വിശദീകരിക്കുന്നുണ്ട്. ഏതാണ് ആ യുവത്വം എന്നറിയോ? ആ സൂറത്തുൽ കഹ്ഫിൽ നിങ്ങൾ മറിച്ചു നോക്കിയാൽ അതിന്റെ 13 മുതലുള്ള ആയത്തുകളിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു തരാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞു കൊടുക്കാൻ, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا هؤلاء قومنا اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا. ആയത്തിങ്ങനെ വായിച്ചു നോക്ക് മുഅ്മിനേ. ആയത്തുകൾ ഓതി തീർത്താൽ പോരാ, ഓതുന്ന ആയത്തിലൂടെ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല എന്നോട് പറയുന്നത് എന്താണ് എന്നുകൂടെ പരിശോധിക്കണേ മുഅ്മിനേ. അവിടെ അല്ലാഹു പറയാൻ, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്, അവരുടെ വർത്തമാനം നിനക്ക് നാം യഥാർത്ഥമായ രൂപത്തിൽ വിവരിച്ചു തരികയാണ്. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്, അവരുടെ കഥ, അവരുടെ വർത്തമാനം നാം താങ്കൾക്ക് ഹക്കായ നിലക്ക് വിശദീകരിച്ചു തരാം. ഒരു കഥ താങ്കൾക്ക് ശരിയായ രൂപത്തിൽ നാം പറഞ്ഞു തരാം. അല്ലാഹു പറയാൻ, ശരിക്ക് പറഞ്ഞു തരാം ഒരു കഥ. എന്താ കഥ എന്നറിയോ? ഇന്നഹും ഫിത്യ, ചെറുപ്പക്കാരെ, യുവാക്കളെ, എന്റെ സഹോദരന്മാരെ, അല്ലാഹു പറയണ, ഇന്നഹും ഫിത്യ, ഞാൻ ഈ പറയാൻ പോകുന്ന കഥയുണ്ടല്ലോ, അത് ചെറുപ്പക്കാരുടെ കഥയാണ്, ഒരു പറ്റം ചെറുപ്പത്തിന്റെ കഥയാണ്. ആരാണ് ആ ചെറുപ്പക്കാരെന്നറിയുമോ? ആമനൂ ബിറബ്ബിഹിം, അവരവരുടെ റബ്ബിൽ വിശ്വസിച്ചു, അവരുടെ റബ്ബിൽ അവർ വിശ്വസിച്ചു, അല്ലാഹുവിൽ വിശ്വസിച്ചു. വസിദ്നാഹും ഹുദാ, അല്ലാഹു പറയുകയാണ്, അവർ അവരുടെ റബ്ബിൽ വിശ്വസിച്ചപ്പോ അവർക്ക് അല്ലാഹു അവരുടെ ഹുദയ വർദ്ധിപ്പിച്ചു കൊടുത്തു. അല്ലാഹുവിൽ വിശ്വസിച്ചപ്പോ ഹിദായത്ത് അല്ലാഹു കൂട്ടിക്കൊടുത്തു എന്നാണ്. ഇതേതാ സംഭവം എന്നറിയോ നിങ്ങൾക്ക്? ഈ സംഭവം ഏതെന്നറിയോ? സ്വന്തം ജനതയെ, നാട്ടിലെ മുഴുവൻ ആളുകളും ശിർക്കിന്റെയും കുഫറിലും ജീവിക്കുക, നാട് ഭരിക്കുന്ന ഭരണാധികാരി ദിഖ്യാനൂസ് എന്ന ഈ ആയത്തിന്റെ തഫ്സീർ വായിക്കുമ്പോ കാണാ, ബഹുദൈവ വിശ്വാസിയായ, ശിർക്ക് ചെയ്യാൻ കൽപ്പിക്കുന്ന അവിശ്വാസിയായ ഭരണാധികാരിയായ ദിഖ്യാനൂസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ സത്യനിഷേധികളായ ജനതയിൽ ഒരു പറ്റം ചെറുപ്പക്കാര് ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിച്ചറിയുകയാണ്, തൗഹീദ് മനസ്സിലാക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ ബഷീർ സാഹിബ്, ഇന്നലകളിൽ ജീവിച്ച നമ്മള് ജീവിതത്തിന്റെ ലക്ഷ്യമറിയാതെ, തൗഹീദിന്റെ വെളിച്ചം കിട്ടാതെ ജാഹിലിയത്തിൽ ശിർക്കിൽ ബിദ്അത്തിൽ ജീവിക്കുമ്പോ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഏതെങ്കിലും ഒരു കോണിൽ എവിടെയെങ്കിലും വെച്ച്, അതൊരു പ്രഭാഷണമാകാം, അതല്ലെങ്കിൽ ഒരു ജുമുഅ ഖുതുബയാകാം, അതല്ലെങ്കിൽ ഒരു CD ആകാം, അതല്ലെങ്കിൽ ഒരു വീഡിയോയുടെ ലിങ്ക് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യന്റെ ഒരു സംസാരമാകാം, അതല്ലെങ്കിൽ ഒരു ലഘുലേഖയിലെ 4 വാചകങ്ങളാകാം, അയച്ച മെസ്സേജില് 4 ടെക്സ്റ്റുകളാകാം, ഏതുമാകട്ടെ, എപ്പോഴെങ്കിലും ഒരിക്കൽ ജീവിതത്തിൽ ആ തൗഹീദിന്റെ വെളിച്ചം കടന്നു വരാൻ ഭാഗ്യം ലഭിച്ച ഒരു ചെറുപ്പക്കാര്, ഒരു കൂട്ടം ചെറുപ്പക്കാര്
നാട്ടുകാർ മുഴുവൻ ശിർക്കിലാണ്, കുഫറിലാണ്. നാട് ഭരിക്കുന്ന ഭരണാധികാരി കിയാനൂസ് അവരും ശിർക്കിലാണ്. ഏക ഇലാഹായ അല്ലാഹുവിൽ വിശ്വസിച്ചു, അവനെ മാത്രം ആരാധകനായി അവർ സ്വീകരിച്ചു. അങ്ങനെ സധൈര്യം പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ആ റബ്ബിൽ ഞങ്ങൾ ഒന്നിനെയും പങ്കുചേർക്കുകയില്ല. എന്ത് കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചാലും ശരി, അതിൽ നിന്നൊരു തരി പോലും ഞങ്ങൾ പിൻവാങ്ങുകയില്ല എന്നവർ ഉറച്ചു തീരുമാനിച്ചപ്പോ നാട്ടുകാരുമായി രാജാവുമായി ഒരു നിലക്കും യോജിച്ചു പോകാൻ കഴിയാത്ത വിധത്തിൽ ഇവർ പീഡിപ്പിക്കപ്പെട്ടപ്പോ, പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോ, റബ്ബിന്റെ കാരുണ്യത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി, അത് തങ്ങൾക്ക് ലഭിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി ആ നാട് വെടിയാൻ റെഡിയാവുകയാണ്. ജനിച്ചു വീണ കളിച്ചു വളർന്ന് നാട് വിടുകയാണ്, വീടുപേക്ഷിക്കുകയാണ്, കുടുംബക്കാർ ഒഴിവാക്കുകയാണ്. അങ്ങനെ ഒരു ഗുഹയിൽ പോയി അഭയം പ്രാപിക്കുകയാണ്. അതാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹാവാസികളുടെ ചരിത്രമാണത്. അത് പറഞ്ഞിട്ടല്ല പറയാണ്, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്, അവരുടെ കഥ ഹക്കായ നിലക്ക് താങ്കൾക്ക് നാം വിവരിച്ചു തരാം. ഇന്നഹും ഫിത്യത്തുൻ, അവർ നാട്ടിലെ ഒരു പറ്റം ചെറുപ്പക്കാരാണ്. ആമനൂ ബിറബ്ബിഹിം, തങ്ങൾ റബ്ബിൽ വിശ്വസിച്ചവരെ. വസിദ്നാഹും ഹുദാ, ആ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തു എന്നാണ്. സന്മാർഗബോധമല്ല വർദ്ധിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹ് പറയുകയാണ്, വറബതുനാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് നാം കെട്ടുറപ്പ് നൽകി, ധൈര്യം നൽകി, അവരുടെ ഹൃദയങ്ങൾ നാം സ്ട്രോങ് ആക്കി. എപ്പോഴെന്നറിയുമോ? ഇത് ഖാമൂ, അവർ നാട്ടിൽ എഴുന്നേറ്റ് നിന്നു. ഫഖാലൂ, അവർ വിളിച്ചു പറഞ്ഞു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്, ഞങ്ങളുടെ റബ്ബ്. നിങ്ങൾ ചോദിച്ചില്ലേ ഏത് റബ്ബിനെ പറ്റിയാ നിങ്ങൾ പറയുന്നത്, ഏത് ഇലാഹിനെ പറ്റിയാ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ചോദിച്ചില്ലേ? കേട്ടോ, റബ്ബുനാ, ഞങ്ങളുടെ റബ്ബുണ്ടല്ലോ, റബ്ബുസ് സമാവാതി വൽ അർള്, ഈ ഏഴാകാശങ്ങളെ, ആകാശത്തിലെ സൂര്യന്, ചന്ദ്രന്, നക്ഷത്രാദികള്, ഈ പ്രപഞ്ചത്തെ ഏഴാകാശങ്ങളെ പടച്ചവനാരാണോ, അവയെ നിയന്ത്രിക്കുന്നവനാരാണോ, അവയെ തൂണുകളില്ലാതെ സംവിധാനിച്ചവനാരാണോ, ഈ പ്രപഞ്ചത്തിലെ വിശാലമായ ഭൂമിയെ, ഈ കരയെ സംവിധാനിച്ചവനാണോ, ഈ ഭൂമിയിലെ ജീവജാലങ്ങളെ സൃഷ്ടിച്ചവനാരാണോ, നിയന്ത്രിക്കുന്നവനാരാണോ, പരിപാലിക്കുന്നവനാരാണോ, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാരാണോ, അവനാണ് ഞങ്ങളുടെ റബ്ബ്, അവനാണ് ഞങ്ങളുടെ റബ്ബ്. എന്നിട്ട് അവർ പറഞ്ഞു എന്നാണ്, ആകാശത്തെ പടച്ച, ഭൂമിയെ പടച്ച ഞങ്ങളുടെ റബ്ബുണ്ടല്ലോ, അവനല്ലാത്ത മറ്റൊരാളെയും ഞങ്ങള്, ഒരു ഇലാഹിനെയും ഞങ്ങൾ വിളിച്ച് തേടുകയേ ഇല്ല, ഞങ്ങൾ ദുആ ചെയ്യുകയേ ഇല്ല. ലഖദ് ഖുൽനാ ഇദൻ ശതതാ, അങ്ങനെ അല്ലാഹുവിന് പുറമെ മറ്റാരെയെങ്കിലും ഞങ്ങൾ വിളിച്ചു തേടിയാൽ ഞങ്ങൾ അന്യായമായ വാക്ക് പറഞ്ഞവരായി പോകും ഞങ്ങള് എന്ന് ആ നാട്ടിലവർ എഴുന്നേറ്റ്, ആ ഭരണാധികാരിയുടെ മുമ്പിൽ നിന്ന് ഉച്ചസ്ഥരം അവർ എഴുന്നേറ്റ് നിലപാട് പറഞ്ഞു എന്നാണ്. അങ്ങനെ പ്രഖ്യാപിച്ചപ്പോഴാണ് ആ നാട്ടിൽ നിന്ന് അവർക്ക് ഓടേണ്ടി വന്നത്, വീട്ടിൽ നിന്ന് അവർക്ക് ഓടേണ്ടി വന്നത്. നാടും വീടും കുടുംബവും ജനിച്ച മണ്ണും അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ഒരു നാട്ടില് പരസ്യമായി കണ്ടു കഴിഞ്ഞാൽ കൊന്നുകളയുന്ന അവസ്ഥ ഉണ്ടായപ്പോ ഒരു പാറയിലെ മടയിൽ കയറി, ഗുഹയിൽ കയറി ഒരു പറ്റം ചെറുപ്പക്കാര് അഭയം തേടി എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്. എന്നിട്ട് അവർ പറയാണ്, അവരുടെ വാചകമല്ല തുടരുകയാണ്, ഞങ്ങൾ ജീവിക്കുന്ന ഈ ജനതയുണ്ടല്ലോ, ആ അല്ലാഹുവിന് പുറമെ ഒരുപാട് ആരാധന്മാരെ സ്വീകരിച്ചിട്ടുണ്ട്. ഇലാഹുകളെ നോക്കണേ മുസ്ലിം ഉമ്മത്തെ, കണ്ണു തുറന്ന്, കാതു തുറന്ന്, കൽബ് തുറന്ന് വായിച്ചോ സൂറത്തുൽ കഹ്ഫിലെ 15-ാമത്തെ ആയത്ത്. ആ ഗുഹാവാസികളായ ചെറുപ്പക്കാര് പറയുകയാണ്,
ഹഉലാഇ ഖൗമുനാ, ഞങ്ങളുടെ ഈ ഖൗമുണ്ടല്ലോ, ഇത്തഖദൂ മിൻ ദൂനിഹി, ആ അല്ലാഹുവിന് പുറമെ ആലിഹത്തൻ, ഒരു ഇലാഹിനെയല്ല ഒരുപാട് ഇലാഹിനെ സ്വീകരിച്ചിട്ടുണ്ട്. ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ, മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചു ദുആ ചെയ്യുന്നവരെ, മമ്പുറത്തെ തങ്ങളെ വിളിച്ചു ദുആ ചെയ്യുന്നവരെ, ഭീമാ പള്ളിയിലെ ഉമ്മച്ചയെ വിളിച്ചു ദുആ ചെയ്യുന്നവരെ, റിഫാഈൻ ശൈഖിനെ വിളിച്ചു ദുആ ചെയ്യുന്നവരെ, ഏറ്റവും ലേറ്റസ്റ്റ് ആ കോഴിക്കോട് മടവൂരിൽ ജീവിച്ച് മാനസിക രോഗിയായി മരിച്ചുപോയ ആ CM മടവൂരിനെ വിളിച്ചു ദുആ ചെയ്യുന്നവരെ, നിങ്ങൾക്ക് അല്ല എന്ന ഒരൊറ്റ ഇലാഹാണോ, അതല്ല 1000 ഇലാഹുകളാണോ? ഖുർആനിന്റെ വാചകം എടുത്തു വെച്ച് നിങ്ങൾ നോക്കിക്കോ. ആ ഗുഹാവാസികൾ പറഞ്ഞു, ഹഉലാഇ ഖൗമുനാ, ഞങ്ങളുടെ ഈ ഖൗമുണ്ടല്ലോ, ഇത്തഖദൂ മിൻ ദൂനിഹി ആലിഹ, അല്ലാഹുവിന് പുറമെ ഒന്നല്ല രണ്ടല്ല ഒരുപാട് ഇലാഹുകളെ സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ടോ ലൗലാ യഅതൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ, അല്ലാഹുവിന് പുറമെ ആകാശഭൂമികളെ പടച്ച റബ്ബിന് പുറമെ ആ റബ്ബിന് പുറമെയുള്ള ആരാധന്മാരെ സ്വീകരിക്കുന്നതിന് യാതൊരു പ്രമാണവും അവർ കൊണ്ടുവരാത്തത് എന്താണ്? അല്ലാത്തവരെ ആരാധിക്കാൻ, അല്ലാഹു അല്ലാത്തവരെ വിളിക്കാൻ, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടാൻ ഒരു പ്രമാണം അവർക്ക് ഉദ്ധരിക്കാനില്ല. ഖുർആനിൽ ആയത്ത് ഓതാനില്ല, റസൂലുള്ളാഹിന്റെ ഹദീസ് പറയാനില്ല, സ്വഹാബത്തിന്റെ ചരിത്രം പറയാനില്ല, ഒരു പ്രമാണവും അവർക്ക് പറയാനില്ല. എന്നിട്ട് അവർ പറഞ്ഞുവെന്നാണ്, ഫമൻ അൽലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ. അപ്പോ അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്നവനേക്കാൾ അക്രമിയായ ആരുണ്ടോ? അല്ല പറയാത്ത ഒന്ന്, അല്ല പഠിപ്പിക്കാത്ത ഒന്ന് അല്ലാഹുവിന്റെ പേരിൽ പറഞ്ഞാൽ, അത് ചെയ്താൽ അതിനേക്കാൾ വലിയ അപകടം ചെയ്തവരാരാണ്? അവര് പറഞ്ഞു എന്നാണ്. അല്ല പറയാണെന്താ? അല്ല പറഞ്ഞെന്താ? അള്ളാഹുവിന്റെ ബാക്കിയുള്ളവരെ വിളിച്ച് തേടണം അല്ല പറഞ്ഞോ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് അല്ല പറഞ്ഞോ? മുഅ്മിനേ, ചോദിക്കട്ടെ മുസ്ലിമേ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞോ? അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണമെന്ന് അല്ല പറഞ്ഞോ? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞോ അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് തേടണമെന്ന്? എന്നാൽ അല്ല പറഞ്ഞത്, വിശുദ്ധ ഖുർആനിൽ അല്ല പറഞ്ഞത് കാണാം. സൂറത്തുൽ ബഖറ അതിന്റെ 186-ാമത്തെ ആയത്തിൽ അല്ല പറയുകയാണ്, വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. വഇദാ സഅലക ഇബാദി അന്നീ, ഓ മുഹമ്മദ് നബിയേ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് അങ്ങയോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഫഇന്നീ ഖരീബ്, താങ്കൾ പറയണേ ഞാൻ അവരോട് ഏറ്റവും അടുത്തവനാണ്. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദആൻ, വിളിച്ചു തേടുന്ന ഒരാൾ, എന്നോട് ദുആ ചെയ്യുന്ന ഒരാളുടെ ആ ദുആഇന് ഞാൻ ഉത്തരം നൽകുന്നതാണ്. ഫൽയസ്തജീബൂ ലീ, അതുകൊണ്ട് അവരെനിക്ക് ദുആ ചെയ്തുകൊണ്ട് എനിക്കുത്തരം നൽകട്ടെ. വൽയുഅ്മിനൂ ബീ, അവരെന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ. ലഅല്ലഹും യർശുദൂൻ, അവർക്ക് സന്മാർഗത്തിലേക്ക് ഹിദായത്തിലേക്കുള്ള വഴി അവർക്ക് ലഭിച്ചേക്കാം. അല്ല പറഞ്ഞത്, എന്റെ അടിമകളെ നിങ്ങൾ എന്നെ വിളിച്ചു ദുആ ചെയ്യേ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇത് ഖുർആനിൽ സൂറത്തു ബഖറ 2-ാം അധ്യായം 186-ാമത്തെ ആയത്താണ്. മുഅ്മിനെ, ഒരായത്തിലല്ല ഒരുപാട് ആയത്തിൽ അല്ല ഇത് തന്നെയാ പഠിപ്പിച്ചത്. സൂറത്തു ഗാഫിറിന്റെ 60-ാമത്തെ ആയത്ത് നോക്ക്, അവിടെ അല്ല പറയുകയാണ്, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിട്ടുണ്ട്, ഉദ്ഉനി, നിങ്ങൾ എന്നെ വിളിച്ചു ദുആ ചെയ്യണേ, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണേ. അസ്തജിബു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് അഹങ്കാരം നടിച്ച് ആരെങ്കിലും തിരിഞ്ഞുകളഞ്ഞാൽ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദരായി അപമാനിതരായി
അവർ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. അല്ല എന്നോട് നിങ്ങൾ തേടൂ എന്ന് മാത്രമല്ല അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ എന്ന് മാത്രമല്ല അല്ലാഹു പറഞ്ഞത്. എന്നോട് ദുആ ചെയ്യാത്ത ആളുകളെ അവരെ നരകത്തിൽ ഞാൻ പ്രവേശിപ്പിക്കുമെന്ന് വരെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നുവരെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. കാരണം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത്, നേരത്തെ നമ്മൾ പറഞ്ഞു, മനുഷ്യനല്ല പഠിച്ചത് അല്ലാഹനെ മാത്രം ആരാധിക്കാനാ, അല്ലാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പഠിപ്പിച്ചത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടേ ഇല്ല എന്ന് അല്ലാഹ് പറഞ്ഞത്. എന്നിട്ട് അല്ലാഹ് പറയുകയാണ്, മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. അവരെനിക്ക് റിസ്ക് നൽകണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അവരെന്നെ ഭക്ഷിപ്പിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. മക്കളോട് വാപ്പമാര് പറയാറുണ്ട്, അന്നെ പോറ്റി വളർത്തി വലുതാക്കി ജോലി വാങ്ങിച്ചു തന്നത് ഞാനാണ്, അന്നെ പഠിപ്പിച്ചത് ഞാനാണ്, ഡോക്ടറാക്കിയത് ഞാനാണ്, എഞ്ചിനീയർ ആക്കിയത് ഞാനാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് എന്റെ കൽപ്പനകൾ അനുസരിച്ച് വേണം ഇവിടെ നിൽക്കാനെന്ന് പറയാറുണ്ട്. എന്നാൽ നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് വളർത്തി ഈ സൗകര്യങ്ങളൊക്കെ നൽകി എല്ലാം ചെയ്ത അല്ലാഹ് പറയുകയാണ്, നിങ്ങൾ എനിക്ക് തിന്നാൻ തരണ്ട, നിങ്ങൾ എനിക്ക് റിസ്ക് നൽകണ്ട, അത് ഞാൻ ആവശ്യപ്പെടുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എനിക്ക് വേണ്ടത് എന്താ? നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക എന്നാണ്, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അല്ലാഹ് പറയാണ് വേറൊന്നും വേണ്ട, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം, എന്നിൽ ഒരാളെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, അയ്യു ദംബി അഅലം യാ റസൂലല്ലാഹ്. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിലെ, ഈ ദുനിയാവിലെ ജീവിതത്തിൽ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളിൽ വെച്ച് ഏറ്റവും ഗുരുതരമായ പാപമേതാണ് റസൂലേ? ഏറ്റവും ഗുരുതരമായ തെറ്റേതാ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. നീ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കലാണ്, അല്ലാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കലാണ്, അല്ലാഹുവിന് നീ തുല്യരെ ഉണ്ടാക്കലാണ്. വഹുവ ഖലഖക, ആ അല്ലയാണ് നിന്നെ സൃഷ്ടിച്ചത് എന്നിരിക്കെ നീ ആ റബ്ബിന് പങ്കുകാരെ ഉണ്ടാക്കലാണ് നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ തിന്മയെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകാറുണ്ട്. അറിവില്ലാത്ത കാലത്ത്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞുപോയ ചോരത്തളപ്പിന്റെ യൗവനത്തിൽ ജാഹിലിയത്തിൽ അകപ്പെട്ടു പോയി, തൗഹീദിന്റെ വെളിച്ചം കിട്ടാതെ, ദീനിന്റെ മധുരം ലഭിക്കാതെ, അറിവില്ലാത്ത അന്ധകാരങ്ങളിൽ, പാപങ്ങളിൽ, തെറ്റുകളിൽ, വഴികേടുകളിൽ അലഞ്ഞുപോയിട്ടുണ്ടാകാം. ഒരു വേള ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് അല്ലാഹുവോട് പാപമോചനം തേടിയാൽ അല്ലാഹ് പുറത്തു തരും. പക്ഷേ അല്ലാഹ് പൊറുക്കാത്ത ഗൗരവകരമായൊരു തിന്മ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. 4-ാം അധ്യായം സൂറത്തുൻ നിസാഇന്റെ 48-ാമത്തെ ആയത്ത്. മുഅ്മിനേ, ശരിക്കും മറിച്ചു നോക്കണം. ഒരാളോടും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരാളോടും ഒരു വെറുപ്പില്ല, അടങ്ങാത്ത സ്നേഹം മാത്രമേ ഉള്ളൂ, ആത്മാർത്ഥമായ സ്നേഹം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയുടെ, തെറ്റിന്റെ ആഴം എത്രയാണെന്ന് നിങ്ങളൊരു വേള തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്ന ഒരു നസീഹത്ത് മാത്രമേ ഉള്ളൂ. അല്ലാഹ് പറയാൻ സൂറത്തുൻ നിസാഇന്റെ 48-ാമത്തെ ആയത്തിലൂടെ അല്ലാഹ് പറയാൻ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമാ. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യഗ്ഫിറു, അവൻ പൊറുക്കുകയില്ല,
അല്ല പൊറുക്കൂല, അല്ല മാപ്പാക്കൂല, അല്ല വിട്ടുവീഴ്ച ചെയ്യൂല. അയ്യുശ്റക ബിഹി, അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുന്നതിന്, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിന് അല്ല ഒരിക്കലും പൊറുക്കൂല. വയഗ്ഫിറു, അവൻ പൊറുക്കുന്നതാണ്. മാ ദൂന ദാലിക, അതിന് താഴെയുള്ള തെറ്റുകള്, ആ ശിർക്കല്ലാത്ത തെറ്റുകള്, അതിന് താഴെയുള്ള പാപങ്ങള് അവൻ പൊറുക്കുന്നതാണ്. ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. നോക്കണം നിങ്ങൾ, ശിർക്കല്ല പൊറുക്കൂല, ശിർക്കല്ല പൊറുക്കൂല. ശിർക്കിന് താഴെയുള്ളത് ഒരു വേള അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പൊറുത്തു കൊടുത്തേക്കാം. എന്നിട്ടല്ല പറയാൻ, വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് വെച്ചാൽ, ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമാ, അവൻ വമ്പിച്ച പാപമാണ് അല്ലാഹുവിന്റെ മേൽ അവൻ കെട്ടിച്ചമക്കുന്നത്. ഒരു മനുഷ്യൻ അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ വമ്പിച്ച അക്രമമാണിത്, വമ്പിച്ച കുറ്റകൃത്യമാണ് അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നത്. നോക്കൂ നിങ്ങള്, അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും വലിയ ഗുരുതരമായ തിന്മയാണ് ശിർക്ക്. അതുകൊണ്ടാണ് ഇന്നത്തെ വേദികളിൽ നിന്ന് നിങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യല്ലേ, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടല്ലേ, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ നിങ്ങൾ നേർച്ച വഴിപാടുകൾ അർപ്പിക്കല്ലേ എന്നിങ്ങനെ ആവർത്തിച്ചു പറയുന്നത് ഇതുകൊണ്ടാണ്. അല്ല പൊറുക്കൂല. ബാക്കിയൊക്കെ ഒരു വേള അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു പൊറുത്തു കൊടുക്കും. അപ്പൊ എന്നാലും ഒരു വാശി, ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങൾ ദുആ ചെയ്യും, ഞങ്ങൾ ഖബറിൽ പോകും, അല്ലെങ്കിൽ ഞങ്ങൾ മറ്റുള്ളവരോട് ദുആ ചെയ്യും, അവരുടെ പേരിൽ ഞങ്ങൾ സത്യം ചെയ്യും, ഞങ്ങൾ ചെയ്യുമെന്ന് വാശിയാണോ? എങ്കിലൊരായത്ത് കൂടി 5-ാം അധ്യായം സൂറത്തുൽ മാഇദ അതിന്റെ 72-ാമത്തെ ആയത്ത് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ആ ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ഏതെങ്കിലും ഒരുത്തൻ അല്ലാഹുവിൽ ശിർക്ക് വെച്ചാൽ, ആരല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവോ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു അവന്റെ മേൽ സ്വർഗ്ഗത്തെ ഹറാമാക്കുന്നതാണ്. ആരല്ലാഹുവിൽ ശിർക്ക് ചെയ്യുന്നുവോ, ആരല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവോ അവന്റെ മേലല്ല സ്വർഗ്ഗത്തെ ഹറാമാക്കുന്നതാണ്. അല്ല ഒരുത്തന് മേൽ സ്വർഗ്ഗം ഹറാമാക്കിയാൽ നരകമാണവന്റെ സങ്കേതം, നരകമാണവന്റെ പാർപ്പിടം. വമാലിൽ ളാലിമീന മിൻ അൻസാർ, ആ നരകത്തിൽ അകപ്പെട്ടു പോകുന്ന അക്രമകാരികളായ ആളുകൾക്ക് സഹായികളായിട്ട് ആരുണ്ടാവില്ല. സഹോദരങ്ങളെ, നരകത്തിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നരകത്തിന്റെ വിറകായി തീരാതിരിക്കാനാണ്, നരകത്തിന്റെ ആഴമേറിയ അഗ്നികുണ്ഠാരത്തിലേക്ക് എടുത്തെറിയപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് സഹോദരങ്ങളെ ഇതിത്രയും ആത്മാർത്ഥമായി നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്റെ ഇവിടെ കൂടിയ മുഴുവൻ സലഫി സഹോദരങ്ങളോടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ദൗത്യം അവസാനിച്ചിട്ടില്ല. നമുക്കൊരിക്കലും നമ്മുടെ ദൗത്യത്തിൽ നിന്ന്, ഈ തൗഹീദിന്റെ സുന്നത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന്, ശിർക്കിന്റെ ബിദ്അത്തിന്റെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള സന്ധിയില്ലാ സമരവുമായി നമ്മുടെ നാടിന്റെ മുക്കുമൂലകളിലേക്ക് ഈ തൗഹീദിന്റെ സന്ദേശം കടന്നു ചെല്ലണം, എത്തിച്ചു കൊടുക്കണം. നമ്മുടെ നാട്ടിൽ ഈ തൗഹീദ് അറിയാത്ത, സുന്നത്ത് അറിയാത്ത, ഖുർആൻ അറിയാത്ത ഒരാൾ പോലുമില്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മുടെ ബാധ്യതയാണ്, അത് നമ്മുടെ ബാധ്യതയാണ്. കേൾപ്പിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ബാധ്യത. സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ അവരുടെ ഉത്തരവാദിത്തമാണ്. എത്തിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ് എന്ന ബോധം എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും ഉണ്ടാകണം. നമ്മുടെ പരിസരങ്ങളിൽ, പ്രദേശങ്ങളിൽ, നാടുകളിൽ, ഗ്രാമങ്ങളിൽ എവിടെ ജീവിക്കുന്ന മനുഷ്യരുണ്ടോ അവർക്കൊക്കെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഈ സന്ദേശം ലോകത്തമ്പിയാക്കന്മാർ നടത്തിയ, സഹാബത്ത് നടത്തിയ, താബിഈകൾ നടത്തിയ ആ ദഅവത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല
അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ ഓരോരുത്തരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന് ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നാഫിയായ ഇൽമ് അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീന് പറയാൻ, അത് കേൾക്കാൻ, അത് പ്രബോധനം ചെയ്യാൻ അല്ലാഹു നമുക്ക് ശക്തിയും സ്ഥൈര്യവും ധൈര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജോലികൾ, ജീവിതങ്ങൾ അല്ലാഹു അനുകൂലമാക്കി തരുമാറാവട്ടെ. നമ്മുടെ ഇണകളെയും നമ്മുടെ മക്കളെയും അല്ലാഹു സ്വാലിഹീങ്ങളാക്കി തീർക്കുമാറാവട്ടെ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് അതിന്റെ പ്രബോധകരായി, അതിന്റെ വക്താക്കളായി ജീവിച്ച് അവസാന ശ്വാസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് ഈ ലോകത്തോട് വിട പറയാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്നതുവരെ ഈ ഹിദായത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാർഗത്തിൽ ഏകോദര സഹോദരങ്ങളായി സ്നേഹത്തോടെ, ഐക്യത്തോടെ, ഒരുമയോടെ ചേർന്ന് നിന്ന് ശക്തി പകർന്ന് പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സുകൾക്ക് അല്ലാഹു വിശാലത നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദര്യം അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും ചെയ്തതും എല്ലാ കാര്യങ്ങളും നീ പ്രത്യേകമായി കേട്ടിട്ടുണ്ട് നാഥ. നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്, നീ കബൂലാക്കണേ റഹ്മാനെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മുസ്ലിമുകളായ സഹോദരങ്ങൾ പ്രയാസപ്പെടുത്തപ്പെടുകയാണ്. പ്രത്യേകിച്ചും ഫലസ്തീനിന്റെ മണ്ണിൽ ആ നാടിലെ മക്കൾക്ക് അസ്വസ്ഥതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്തിന് ഒന്ന് സ്വസ്ഥമായി ഭക്ഷണം കഴിക്കാനോ ജീവിക്കാനോ കൺമുന്നിൽ വെച്ച് മക്കൾ പറഞ്ഞു മരിക്കുകയാണ്, മാതാപിതാക്കളെ പൊട്ടിത്തെറിക്കുകയാണ്, ഭാര്യമാര് മരിച്ചു വരികയാണ്. അല്ലാഹുവേ, അവർക്ക് നീ സഹായം നൽകണേ റഹ്മാനെ, കരുത്ത് നൽകണേ റഹ്മാനെ, അവർക്ക് നീ നിർഭയത്വം നൽകണേ റഹ്മാനെ. സ്വസ്ഥമായി സമാധാനത്തോടെ അവരുടെ നാട്ടിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ശത്രുക്കളായ ആളുകളെ നിനക്കറിയാം റബ്ബേ, അവരുടെ മനസ്സ് നിനക്കറിയാം റഹ്മാനെ. അവർക്ക് നീ ഏറ്റവും നല്ല പര്യവസാനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, അവരതിൽ നിന്ന് നീ മോചിപ്പിക്കണേ, അവരതിൽ നിന്ന് തീപിറകോട്ട് മാറ്റണേ. അല്ലാഹുവേ, ആ നാട്ടിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്തണേ റഹ്മാനെ. അല്ലാഹുവേ, നീ അവരെ സഹായിക്കണേ റഹ്മാനെ. അവരിൽ മരിച്ചുപോയ ആളുകൾക്ക് ശഹീദുകളുടെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മരിച്ചുപോയ ആളുകൾ, ബന്ധുമിത്രാദികൾ, അവർക്ക് നീ ക്ഷമ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നാട് ലോകത്ത് മുഴുവൻ സമാധാനം നിറക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നാട്ടിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്തണേ റഹ്മാനെ. സാഹോദര്യവും ഐക്യവും വിശ്വാസതയും നിലനിർത്തണേ റഹ്മാനെ. അല്ലാഹുവേ, അതിനതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നീ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, സാഹോദര്യത്തോടെ, സ്നേഹത്തോടെ, ഒരുമയോടെ, ലോകത്ത് സമാധാനത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم. والسلام عليكم ورحمة الله وبركاته.